ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാഗാരി റേസ് പ്ലസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എക്സാമിന് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള റൂൾസും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റൂൾ 29 മുതൽ 33 വരെയുള്ള റൂൾസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ റൂൾ 29 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. ഒത്തിരി തവണ എക്സാമിന് റെഗുലർ ആയിട്ട് ചോദിച്ചിട്ട് വന്നിട്ടുള്ളതാണ് റൂൾ 29 എന്താണ് എന്നുള്ള കാര്യം. ഓക്കെ, അതുപോലെ തന്നെയാണ് 29, അതുപോലെ 30, 31, 32, 33 ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് ബാക്കിയുള്ള റൂൾസിനും ഉള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് റൂൾ 29A എന്ന് പറയുന്ന ഒരു അമെൻമെന്റ് കൂടി വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾ 29 എന്താണ്? റൂൾ 29 എന്ന് പറയുന്നത് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ സൊസൈറ്റി. ഒത്തിരി തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു റൂളാണ് റൂൾ 29 എന്ന് പറയുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവരുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? അവരുടെ മിനിറ്റ്സ് ബുക്ക്, ഡേ ബുക്ക്, അതുപോലെ ലെഡ്ജർ, അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകളും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എവിടെ പറയുന്നത്? റൂൾ 29 പറയുന്നത്. ഒത്തിരി തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് റൂൾ 29 എന്താണെന്നും അതുപോലെ തന്നെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റൈൻഡ് ബൈ സൊസൈറ്റി എന്ന് പറയുന്ന റൂൾ എന്താണെന്നും ഒക്കെ ഒത്തിരി തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. ഓക്കെ, ഇനി നോക്കിയേ, റൂൾ 29A നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അമെൻമെന്റിൽ ആഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ് റൂൾ 29A എന്ന് പറയുന്നത്. എന്താണ് റൂൾ 29A? പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദി മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റി ആൻഡ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ്. നമുക്കറിയാലോ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത് എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണല്ലേ. നമുക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തന്നെ ഇമ്പോർട്ടന്റ് രജിസ്റ്റർ എന്ന് ചോദിച്ചാൽ എന്താണ്? അത് സൊസൈറ്റിയുടെ മിനിറ്റ്സ് ബുക്കാണ്. അത്തരത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അതായത് മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗിലും സബ് കമ്മിറ്റി മീറ്റിംഗിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ആ മീറ്റിംഗിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ രേഖാമൂലം എഴുതി സൂക്ഷിക്കേണ്ടത് ഏതിലാണ്? നമ്മുടെ മിനിറ്റ്സ് ബുക്കിലാണ് രേഖാമൂലം എഴുതിയത് സൂക്ഷിച്ച് വയ്ക്കേണ്ടത്. അങ്ങനെയുള്ള മിനിറ്റ്സ് ബുക്ക് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ എന്നൊക്കെയാണ് എവിടെ പറയുന്നത്? റൂൾ 29A പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു റൂളാണ് റൂൾ 29A. റൂൾ 13 എന്താണ്? പവർ ഓഫ് രജിസ്ട്രാർ ടു ഡയറക്ട് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി റിട്ടേൺ അപ്പ്. റൂൾ 13 എന്താണ്? ഇപ്പോൾ റെഗുലർ ആയിട്ട് ചോദിച്ചു വരുന്ന മറ്റൊരു റൂളാണ് റൂൾ 13. അതുകൊണ്ട് തന്നെ നിങ്ങൾ റൂൾ 13 വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് പറയുന്നത്? പവർ ടു രജിസ്ട്രാർ ടു ഡയറക്ട് ദി അക്കൗണ്ട്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ റൂൾ 29 പ്രകാരം നമ്മൾ പറഞ്ഞല്ലേ, ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു, നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ റൂൾ 29 പ്രകാരം ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഒരു സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം? ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരാളെ ഓതറൈസ് ചെയ്യാം. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് റൂൾ 13 പറയുന്നത്. പവർ ടു രജിസ്ട്രാർ ടു ഡയറക്ട് ദി അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി റിട്ടേൺ അപ്പ് എന്നാണ് പറയുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി റൂൾ 29 പ്രകാരം ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാറിന് ആ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എഴുതാം. രജിസ്ട്രാറിന് എഴുതാം എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്ട്രാറിന് ഇത് എഴുതുന്നതിന് വേണ്ടി ഒരാളെ ഓതറൈസ് ചെയ്യാമെന്നാണ് അർത്ഥം. അതാണ് ഇവിടെ പറയുന്നത് റൂൾ 13 പറയുന്നത്. റൂൾ 31 എന്താണ് പറയുന്നത്? പീരിയഡ് ഫോർ വിച്ച് അക്കൗണ്ട്സ് ബുക്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദി സൊസൈറ്റി. എന്താണ് ഇങ്ങനെ വെക്കേണ്ട ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ? റൂൾ 29 കുറച്ച് ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നു. ഇങ്ങനെ വെക്കേണ്ട ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എത്ര കാലം വരെയാണ് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര വർഷം വരെയാണ് സൂക്ഷിക്കേണ്ടത്, എത്ര പീരീഡ് വരെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് റൂൾ 31 പറയുന്നത്. റൂൾ 32 എന്താണ്? റൂൾ 32 സർട്ടിഫൈങ് കോപ്പി ഓഫ് റെസൊല്യൂഷൻ എൻട്രീസ് ഇൻ ദി ബുക്സ് എക്സെട്ര. എന്താണ് സർട്ടിഫൈങ് കോപ്പി ഓഫ് റെസൊല്യൂഷൻ? നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, അതുപോലെ മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, റെസൊല്യൂഷൻസ്, അതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ, അതുപോലെ എൻട്രീസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം സർട്ടിഫൈങ് കോപ്പി ഇവയൊക്കെ എന്ത് ചെയ്യാം? ഒരു ഡോക്യുമെന്റ് ആയിട്ട്, പ്രൂഫായിട്ട്, നമുക്ക് തെളിവായിട്ട് ഹാജരാക്കാൻ പറ്റുന്നവയാണ് അല്ലെ. അങ്ങനെ ഹാജരാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ കോപ്പീസിന്റെ എല്ലാം സർട്ടിഫൈങ് ആയിട്ടുള്ള കോപ്പി കൂടി വേണം. അങ്ങനെ സർട്ടിഫൈങ് കോപ്പിയെ കുറിച്ചാണ് എവിടെ പറയുന്നത്? റൂൾ 32 പറയുന്നത്. ഈ പറയുന്ന റെസൊല്യൂഷൻസ്, കമ്മിറ്റി മീറ്റിങ്ങുകളിൽ എടുത്ത റെസൊല്യൂഷൻസ്, അതുപോലെ ബുക്സിൽ എഴുതിയിട്ടുള്ള എൻട്രീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർട്ടിഫൈ ചെയ്ത് തരേണ്ടത് ആരാണ്?
പ്രസിഡന്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ കൂടാതെ ആരും കൂടി നോട്ട് ലെസ് ദാൻ 2 കമ്മിറ്റി മെമ്പേഴ്സ്. ഒന്നുകിൽ പ്രസിഡന്റും അതുപോലെ 2 കമ്മിറ്റി മെമ്പേഴ്സിൽ കുറയാത്ത ആൾക്കാരും നോട്ട് ലെസ് ദാൻ 2 കമ്മിറ്റി മെമ്പേഴ്സും ഒപ്പിട്ട് തരണം. അല്ലാന്നുണ്ടെങ്കിൽ സെക്രട്ടറിയും 2 കമ്മിറ്റി മെമ്പേഴ്സും സൈൻ ചെയ്ത് തരണം. അതായത് പ്രസിഡന്റ് ഓർ സെക്രട്ടറി ആൻഡ് നോട്ട് ലെസ് ദാൻ 2 കമ്മിറ്റി മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഒന്നുകിൽ പ്രസിഡന്റും 2 കമ്മിറ്റി മെമ്പേഴ്സും സൈൻ ചെയ്ത് തരണം, അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്ത് തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ സെക്രട്ടറിയും 2 കമ്മിറ്റി മെമ്പേഴ്സും സൈൻ ചെയ്ത് തരണം. അങ്ങനെയാണ് സർട്ടിഫൈങ് കോപ്പീസിന്റെ നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, ഇനി റൂൾ 33ൽ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസ് ടു ബി ഫർണിഷ്ഡ് ബൈ സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ അതുപോലെ സ്റ്റേറ്റ്മെന്റുകൾ, ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 6 മാസത്തിനകം ഇത് ആർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്? രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് റൂൾ 33ൽ പറയുന്നത്. റൂൾ 33യുടെ കൺസേൺ ആയിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. എന്താണ് അത്? എത്രയാണ്? സെക്ഷൻ 66C. സെക്ഷൻ 66Cയും റൂൾ 33യുമാണ് എന്ത് കൺസേൺ ആയിട്ട് വരുന്ന സെക്ഷൻസും റൂളും. അവിടെ എന്താണ് സെക്ഷൻ 66Cയിൽ എന്താണ് പറയുന്നത്? സബ്മിഷൻ ഓൺ റിട്ടേൺസ് ടു ദി രജിസ്ട്രാർ. അത് തന്നെയാണ് പറയുന്നത്. എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസ്, സബ്മിഷൻ ഓൺ റിട്ടേൺസ് ടു ദി രജിസ്ട്രാർ എന്നാണ് നമ്മുടെ സെക്ഷൻ 66Cയിൽ പറയുന്നത്. ഇതിന്റെ കൺസേൺ റൂളാണ് എന്ത്? റൂൾ 33 എന്ന് പറയുന്നത്. രണ്ടിലും സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. റൂൾ 29 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ്. ഒത്തിരി തവണ CCB എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ് റൂൾ 29. എന്താണ് റൂൾ 29? ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റി ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി രജിസ്ട്രാർ. എന്താണ് റൂൾ 29 എന്ന് പറയുന്നത്? എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ ദി സൊസൈറ്റീസ്. അപ്പൊ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ അവിടെ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? സൊസൈറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഏത് റൂളാണ് ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? റൂൾ 29 പ്രകാരമാണ് ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ആര് പറയും പ്രകാരമാണ് ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? രജിസ്ട്രാർ പറയുന്ന രീതിയിലായിരിക്കും ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പൊ 3 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഒറ്റ ഹെഡിങ്ങിൽ നിന്ന്. റൂൾ 29 എന്താണ്? ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റീസ്. ആരാണ് ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? സൊസൈറ്റിയാണ് ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആര് പറയും പ്രകാരമാണ് ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? രജിസ്ട്രാർ പറയുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ രജിസ്ട്രാർ പറയുന്ന ബുക്ക് ഓഫ് അക്കൗണ്ട്സുകളായിരിക്കും ഒരു സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് റൂൾ 29ൽ പറയുന്നത്. ഓക്കെ, നോക്കിയേ. റൂൾ 29(1) എവറി സൊസൈറ്റി ഷാൾ കീപ് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഡിജിറ്റൽ ഫോം. എന്താണ് പറയുന്നത്? ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അമെൻമെന്റിൽ വന്നിട്ടുള്ളതാണ്. എന്താ? ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ എല്ലാ ബുക്കുകളും എല്ലാ അക്കൗണ്ട്സുകളും അതുപോലെ എല്ലാ രജിസ്റ്റേഴ്സും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് റൂൾ 29(1) പറയുന്നു. ഇത് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം? എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോം. ഒന്നുകിൽ ഫിസിക്കൽ ഫോം ആയിട്ട് രജിസ്റ്റർ ആയിട്ടൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഡിജിറ്റൽ ഫോം ആയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തുകൊണ്ട് ആ ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏതൊക്കെ രീതിയിൽ? എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഡിജിറ്റൽ ഫോം. ഫിസിക്കൽ ഫോം ആയിട്ടും, അതായത് ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ ആ ഒരു രീതിയിൽ ആ പേപ്പർ ഫോം ആയിട്ട് അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഫോം ആയിട്ട് സോഫ്റ്റ് കോപ്പി ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് റൂൾ 29(1) പറയുന്നുണ്ട്. ഇത് അമെൻമെന്റ് ആണ്. ഇത് അമെൻമെന്റ് ആണ്. റൂൾ 29ൽ വന്നിട്ടുള്ള ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോം എന്ന് പറയുന്നത് അമെൻമെന്റ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ. ഇൻ കണക്ഷൻ വിത്ത് ദി ബിസിനസ് ഓഫ് സൊസൈറ്റി ആൻഡ് സച്ച് പീരീഡ് ആസ് ദി രജിസ്ട്രാർ മേ ഡയറക്ട് ഫ്രം ടൈം ടു ടൈം. എന്താണ് പറയുന്നത്? ഇത് എന്തുമായി ബന്ധപ്പെട്ടുള്ള ബുക്ക് ഓഫ് അക്കൗണ്ട്സുകളാണ്? സൊസൈറ്റിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ രജിസ്ട്രാർ പറയുന്ന സമയം വരെ മെയിൻറ്റെയിൻ ചെയ്യണം. സൊസൈറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പക്ഷെ സൊസൈറ്റിക്ക് സൊസൈറ്റിയുടെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? സൊസൈറ്റി പറയാണ് മിനിറ്റ്സ് ബുക്ക് ഇത് നമുക്കൊരു 10 വർഷം വച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. രജിസ്ട്രാർ മിനിറ്റ്സ് ബുക്ക് പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കണം. അത്തരത്തിൽ രജിസ്ട്രാർ പറയുന്ന പീരീഡ് വരെ എന്ത് ചെയ്യണം? ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ രജിസ്ട്രാർ പറയുന്ന ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ രജിസ്ട്രാർ പറയുന്ന പീരീഡ് വരെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സൊസൈറ്റികൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം? എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഡിജിറ്റൽ ഫോം. ഫിസിക്കൽ ഫോമിലും മെയിൻറ്റെയിൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് ഡിജിറ്റൽ ഫോമിലും മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഓർമ്മിച്ചിരിക്കുക. ഇനി എന്താണ് പറയുന്നത്? സച്ച് ബുക്സ് അക്കൗണ്ട്സ് ആൻഡ് രജിസ്റ്റർ ഷാൾ മേക്ക് അവൈലബിൾ
available to officers authorized for the purpose of inspection or audit etc. ഇനി ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല ഇൻസ്പെക്ഷനോ ഓഡിറ്റോ ചെയ്യുന്ന സമയത്ത് അവരത് ഹാജരാക്കുന്നില്ല. അങ്ങനെ പറ്റുമോ? അങ്ങനെ ഒരു കാരണവശാലും പറ്റില്ല. ഈ പറയുന്ന ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ ഒരു ഇൻസ്പെക്ഷനോ ഓഡിറ്റോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആക്കി കൊടുക്കണം. അതിന്റെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കി കൊടുക്കണം. നിർബന്ധമായും അത് ചെയ്തിരിക്കണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? സെക്ഷൻ 94 പ്രകാരം അതൊരു ഒഫൻസ് ആവും. അപ്പോൾ ഈ പറയുന്ന ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എന്ത് ചെയ്യണം? ഇൻസ്പെക്ഷനോ ഓഡിറ്റോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ഉദ്യോഗസ്ഥർക്ക് അവർ ചോദിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്ത് എന്താ പറയുന്നത്? റൂൾ 29(2) പറയുന്നത് ഏതൊക്കെ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകളാണ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് റൂൾ 29(2) ഏതൊക്കെ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് റൂൾ 29 നോക്കിയേ, ഏതൊക്കെ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ? ഒന്ന്, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മിനിറ്റ്സ് ബുക്ക്. റൂൾ 29(2) എയിൽ പറയുന്നതാണ് എന്ത്? മിനിറ്റ്സ് ബുക്ക്. റൂൾ 29 സബ് റൂൾ 2(a) പറയുന്നതാണ് മിനിറ്റ്സ് ബുക്ക്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രജിസ്റ്റർ ഏതെന്ന് ചോദിച്ചാൽ അത് എന്താണ്? മിനിറ്റ്സ് ബുക്ക് ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രജിസ്റ്റർ ആണ് മിനിറ്റ്സ് ബുക്ക്. നമുക്കറിയാം എന്താണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്? റിട്ടൺ റെക്കോർഡിംഗ് പ്രൊസീഡിങ്സിന്റെ മീറ്റിംഗ് അല്ലെ, ഒരു മീറ്റിംഗിൽ പ്രൊസീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റിംഗിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്റർ ആണ് എന്ത്? മിനിറ്റ്സ് ബുക്ക്. നിർബന്ധമായും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യണം? മിനിറ്റ്സ് ബുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു രജിസ്റ്റർ ആണ് എന്ത്? മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. റിട്ടൺ റെക്കോർഡിംഗ് ഓഫ് പ്രൊസീഡിങ്സ് ഓഫ് കമ്മിറ്റി, സബ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി മീറ്റിംഗ് ഷാൽ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് ദെയർ ആഫ്റ്റർ കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോം. എന്താണ് പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പറയുന്നത്? ഈ റിട്ടൺ റെക്കോർഡിങ്സ് ഒരു കമ്മിറ്റി മീറ്റിംഗിൽ പറയുന്നതോ അല്ല എന്നുണ്ടെങ്കിൽ സബ് കമ്മിറ്റി മീറ്റിംഗിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്യണം? എഴുതി സൂക്ഷിക്കേണ്ട രജിസ്റ്റർ ആണ് എന്ത്? മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? പ്രിപ്പയർ ചെയ്യേണ്ടത് മാനുവലി ആണ്. എഴുതി തന്നെ നമ്മളത് സൂക്ഷിക്കണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം? എന്നതിന് ശേഷം അത് ഡിജിറ്റൽ ഫോമിൽ കീപ്പ് ചെയ്യണം. അമെൻമെന്റ് ആണേ. എന്താണ്? മിനിറ്റ്സ് ബുക്ക് നമ്മൾ എഴുതിയതിന് ശേഷം അത് എന്ത് ചെയ്യുക? അത് ഡിജിറ്റൽ ഫോമിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ടത്? പ്രിപ്പയർ ചെയ്യേണ്ടത് മാനുവലി ആണ്. മാനുവലി പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് എങ്ങനെ സൂക്ഷിക്കണം? ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കണം. ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് മിനിറ്റ്സ് ബുക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തെന്താണ്? ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. പേരുപോലെ തന്നെ എന്താണ്? ഷെയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്നതാണ് എന്ത്? ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. ഒരാൾ വന്ന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഷെയർ എടുക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്ത വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും എവിടെ എഴുതി വെക്കുക? ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്ററിൽ എഴുതി വെക്കുക. എന്താണ് പറയുന്നത്? കണ്ടെയ്ൻസ് ദി നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ആപ്ലിക്കൻ, ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ദി നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ, ഇൻ ദി കേസ് ഓഫ് റെഫ്യൂസൽ ദി ഡേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി ഡിസിഷൻ എക്സെട്ര. ഈ ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്ററിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? കണ്ടെയ്ൻസ് ദി നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ആപ്ലിക്കൻ. ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ എന്താണ്? പേരും അഡ്രസ്സും. ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേരും അഡ്രസ്സും ഉൾപ്പെടുത്തിയിരിക്കണം ആ ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്ററിൽ. അതുപോലെ തന്നെ എന്താണ്? എന്നാണ് അയാൾ ആപ്ലിക്കേഷൻ കൊടുത്തത് അല്ലെങ്കിൽ സൊസൈറ്റി എന്നാണ് അയാളിൽ നിന്ന് ആപ്ലിക്കേഷൻ സ്വീകരിച്ചത്, ആ ഡേറ്റ് ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ എത്ര ഷെയർ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ അപ്ലൈ ചെയ്തത്? 10 ഷെയർ ആണോ, 20 ഷെയർ ആണോ, അല്ലെങ്കിൽ 5 ഷെയർ ആണോ, എത്ര ഷെയറിനാണ് അയാൾ അപ്ലൈ ചെയ്തത്, ആ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ അയാൾക്ക് ഷെയർ റെഫ്യൂസ് ചെയ്തു, അയാൾക്ക് ഷെയർ അയാളെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്തില്ല. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴാണല്ലോ അയാൾ നമ്മുടെ മെമ്പർ ആവുന്നത്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നില്ല? മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. അയാൾക്ക് ഷെയർ എടുക്കാനായിട്ട് സാധിച്ചില്ല. അയാളുടെ മെമ്പർഷിപ്പ് എന്ത് ചെയ്യുന്നു? റെഫ്യൂസ് ചെയ്യുന്നു. അയാളെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്തില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്താണ്? ഇത് റെഫ്യൂസ് ചെയ്യുകയാണല്ലേ. അപ്പോൾ അങ്ങനെ റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് റെഫ്യൂസ് ചെയ്തത്, എന്നാണ് റെഫ്യൂസ് ചെയ്തത്, ആ ഡിസിഷൻ അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉൾപ്പെടുത്തിയിരിക്കണം? ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട രജിസ്റ്റർ ആണ് എന്ത്? അഡ്മിഷൻ രജിസ്റ്റർ. മറ്റൊരു പ്രധാനപ്പെട്ട രജിസ്റ്റർ ആണ് എന്ത്? അഡ്മിഷൻ രജിസ്റ്റർ. നമ്മൾ ഇനി എന്താണ്? ഷെയർ അയാൾക്ക് നൽകി. ഓക്കെ, അയാൾ ഇപ്പോൾ എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആയി കഴിഞ്ഞു. അതിനുശേഷം അയാളുടെ ഡീറ്റെയിൽസ് എഴുതി വെക്കേണ്ടതാണ് എന്ത്? അഡ്മിഷൻ രജിസ്റ്റർ. ഇത് എവിടെയാണ് പറയുന്നത്? റൂൾ 29 സബ് റൂൾ 2(c)യിലാണ് പറയുന്നത്. എന്ത്? അഡ്മിഷൻ രജിസ്റ്റർ. അഡ്മിഷൻ രജിസ്റ്ററിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? നെയിം, അഡ്രസ്, സൈൻ ഓർ തമ്പ് ഓഫ് ഈച്ച് മെമ്പർ, ഡേറ്റ് ഓഫ്
ഓഫ് അഡ്മിഷൻ, നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഈച്ച് മെമ്പർ ആൻഡ് എമൗണ്ട് പെയ്ഡ് ബൈ ഹിം ആൻഡ് റീഫണ്ടഡ് ടു ഹിം. അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്തു, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ അഡ്മിഷൻ രജിസ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെക്കില്ലേ? എന്തൊക്കെ എഴുതി വെക്കും? പേര് എഴുതും, അഡ്രസ്സ് എഴുതും, നമ്മൾ അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്, നമുക്ക് എന്നാണ് അഡ്മിഷൻ ലഭിച്ചത്, നമ്മൾ എത്ര ഷെയർ ആണ് എടുത്തത്, എത്ര എമൗണ്ട് നമ്മൾ ആ ഷെയറിന് വേണ്ടി അടച്ചു എന്നുള്ള കാര്യങ്ങൾ എവിടെ എഴുതി വെക്കും? ഈ അഡ്മിഷൻ രജിസ്റ്ററിൽ എഴുതി വെക്കും. എന്താണ്, ആ സൊസൈറ്റിയുടെ അഡ്മിഷൻ രജിസ്റ്ററിൽ എഴുതി വെക്കും. ഇൻ കേസ് അയാൾ എന്താണ് ഷെയർ വിഡ്രോ ചെയ്തുകൊണ്ട് പോയി എന്നുണ്ടെങ്കിൽ ആ റീഫണ്ടിന്റെ ഡീറ്റെയിൽസും കൂടി എഴുതി വെക്കേണ്ടതായിട്ടുണ്ട് അഡ്മിഷൻ രജിസ്റ്ററിൽ. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിഷൻ രജിസ്റ്ററിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ആ മെമ്പറിന്റെ പേര്, അഡ്രസ്സ്, സൈൻ അല്ലെങ്കിൽ തമ്പ്. ഓക്കെ, പിന്നെന്താണ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, എന്നാണ് അഡ്മിഷൻ എടുത്തത്, എത്ര ഷെയർ ആണ് അയാൾ എടുത്തത്, അതിൽ എത്ര എമൗണ്ട് അയാൾ അടച്ചു. ഇനി ഇൻ കേസ് അയാൾക്ക് റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അയാൾ എന്താണ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും എവിടെ എഴുതി വെക്കണം? അഡ്മിഷൻ രജിസ്റ്ററിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അടുത്തെന്താണ്, നോമിനേഷൻ രജിസ്റ്റർ. മറ്റൊരു പ്രധാനപ്പെട്ട രജിസ്റ്റർ ആണ് എന്ത്? നോമിനേഷൻ രജിസ്റ്റർ. ഇതും പെർമനന്റ് ആയിട്ട് തന്നെ വെക്കേണ്ട ഒരു രജിസ്റ്റർ ആണ്. ഓക്കെ, പെർമനന്റ് ആയിട്ട് തന്നെ വെക്കേണ്ട രജിസ്റ്റർ ആണ് എന്ത്? നോമിനേഷൻ രജിസ്റ്റർ. നമ്മൾ പഠിച്ചല്ലേ റൂൾ 23. എന്താണ് റൂൾ 23 എന്ന് പറഞ്ഞാൽ? നോമിനേഷൻ ഓഫ് ആൻ ഹയർ. എന്താണ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ ആകുന്ന സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മൾ മരണപ്പെട്ടു കഴിയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഷെയർ എല്ലാം, അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടേണ്ട തുകകളും ഷെയറും എല്ലാം ആർക്കാണോ ലഭിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു നോമിനിയെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സൊസൈറ്റിയിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വെക്കുന്ന നോമിനിയുടെ രജിസ്റ്റർ ആണ് എന്ത്? നോമിനേഷൻ രജിസ്റ്റർ. നമ്മൾ വെക്കുന്ന നോമിനിയുടെ പേരും ഡീറ്റെയിൽസും ആയിരിക്കും എവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക? നോമിനേഷൻ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. നോമിനേഷനെ കുറിച്ച് പറയുന്ന റൂളാണ് എന്ത്? റൂൾ 23. എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വ്യക്തിക്ക് മറ്റൊരാളെ നോമിനിയായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു നോമിനിയെ എടുത്തു മാറ്റിയിട്ട് പകരം വേറൊരാളെ. ഇപ്പൊ എന്താണ്, എനിക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ എന്റെ നോമിനിയായിട്ട് ഞാൻ എൻ്റെ ഒരു സഹോദരിയെയോ സഹോദരനെയോ ഒക്കെ നോമിനിയായിട്ട് വെച്ചു. ഇനി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അയാളെ നോമിനിയായിട്ട് വെക്കണ്ട, പകരം മറ്റൊരു വ്യക്തിയെ നോമിനിയായിട്ട് വെക്കണമെന്ന് തോന്നിയാൽ പറ്റുമോ? പറ്റും, സാധിക്കും അല്ലേ? എന്ത് ചെയ്യാം? ആ നോമിനിയെ മാറ്റി നമുക്ക് പകരം വേറൊരാളെ നോമിനിയായിട്ട് വെക്കാം. അങ്ങനെയാണെങ്കിലും ആ ഡീറ്റെയിൽസ് എവിടെ രേഖപ്പെടുത്തിയിരിക്കണം? ഈ നോമിനേഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു നോമിനിയുടെ പേര്, അഡ്രസ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത്? എവിടെ രേഖപ്പെടുത്തിയിരിക്കേണ്ടത്? നോമിനേഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട രജിസ്റ്റർ ആണ് എന്ത്? ഡേ ബുക്ക്. ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെയിലി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എഴുതി സൂക്ഷിക്കുന്നതാണ് എന്ത്? ഡേ ബുക്ക് അല്ലെ? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഡേ ബുക്ക് ആണ്. കമ്പനീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ജേണൽ എന്ന് പറയും അല്ലെ? ജേണലിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പറയുമ്പോൾ അത് എന്ത് പറയും? ഡേ ബുക്ക് എന്ന് പറയും. ഒരു സൊസൈറ്റിയുടെ എന്താണ് ഡെയിലി വരുന്ന വരവുകളും ചെലവുകളും ഒക്കെ എവിടെ എഴുതി വെക്കണം? ഡേ ബുക്കിൽ എഴുതി വെക്കണം. ഈച്ച് ഡേ, അതായത് എൻഡ് ഓഫ് ദി ഈച്ച് ഡേ, ഒരു എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ഡേ ബുക്കിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കണം. എന്താണ്? ഷോയിങ് ദി ഡെയിലി റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ബാലൻസ് ഓഫ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഡേ. എന്താണ്? ഡെയിലി വരുന്ന റെസിപ്റ്റ്സും പേയ്മെന്റ്സും എന്ത് ചെയ്യണം? രേഖപ്പെടുത്തി അത് ആ ദിവസത്തിന്റെ അവസാനം എന്ത് ചെയ്യണം? അത് ബാലൻസും ചെയ്തിരിക്കണം. ഓക്കെ, ഡേ ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? ഒരു രജിസ്റ്റർ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട രജിസ്റ്റർ ആണ് എന്ത്? റെസിപ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട രജിസ്റ്റർ ആണ് റെസിപ്റ്റ് ബുക്ക്. എന്താണ് റെസിപ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്? സൊസൈറ്റിയിലേക്ക് പൈസ വരുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് തുകകൾ വരുന്ന സമയത്ത് സൊസൈറ്റി അത് എന്ത് ചെയ്യും? സൊസൈറ്റി എന്ത് ചെയ്യും? റെസിപ്റ്റ് എന്ത് ചെയ്യും? ആ തരുന്ന ആൾക്ക് നൽകേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ തരുന്ന ആളെ സംബന്ധിച്ച് തുക കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള തെളിവ്, അയാൾ പേയ്മെന്റ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവായിട്ട് സൊസൈറ്റി എന്ത് ചെയ്യും? അയാൾക്ക് റെസിപ്റ്റ് നൽകും. എന്നിട്ട് സൊസൈറ്റി എന്തായിട്ട് കീപ്പ് ചെയ്യും? അതിന്റെ ഒരു കൗണ്ടർ ഫോയിൽ, ഓക്കെ, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ ഫോയിൽ സൊസൈറ്റി കീപ്പ് ചെയ്ത് വെക്കും. അതെല്ലാം ചേർത്ത് വെക്കുന്നതാണ് എന്ത്? റെസിപ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. കണ്ടെയ്ൻ ഫോംസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂഡ് ഫോർ മണി റിസീവ്ഡ് ബൈ ദി സൊസൈറ്റി എലോങ് വിത്ത് ദി കൗണ്ടർ ഫോയിൽ. സൊസൈറ്റിയിലേക്ക് തുകകൾ വരുമ്പോൾ എന്താണ്? ഒരാൾ ലോൺ എടുത്തിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് സൊസൈറ്റിയിലേക്ക് തിരിച്ചടക്കുകയാണ്. അപ്പോൾ സൊസൈറ്റിയുടെ ഉള്ളിലേക്കാണ് എന്ത്? ആ എമൗണ്ട് വരുന്നത് അല്ലെ? അപ്പോൾ ആ എമൗണ്ട് വരുമ്പോൾ സൊസൈറ്റി എന്ത് ചെയ്യും? ഈ ഇൻട്രസ്റ്റ് അടച്ചു എന്നതിന്റെ ഒരു റെസിപ്റ്റ് എന്ത് ചെയ്യും? ആ വ്യക്തിക്ക് കൊടുക്കും. എന്നിട്ട് സൊസൈറ്റി എന്ത് സൂക്ഷിക്കും? അതിന്റെ ഒരു കൗണ്ടർ ഫോയിൽ സൂക്ഷിക്കും. ഇത്തരത്തിൽ സൊസൈറ്റിയുടെ ഉള്ളിലേക്ക് തുകകൾ വരുന്ന സമയത്ത് സൊസൈറ്റി എന്ത് ചെയ്യും? ആ കൗണ്ടർ ഫോയിലുകളെല്ലാം കൂടി ചേർത്ത് എവിടെ രേഖപ്പെടുത്തി വെക്കും? റെസിപ്റ്റ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കും. ഇനി നോക്കിയേ, വൗച്ചർ ഫയൽ. വൗച്ചർ ഫയൽ എന്താണ്? സൊസൈറ്റി പേയ്മെന്റ് ചെയ്യുമ്പോൾ സൊസൈറ്റിക്ക് തെളിവായിട്ട് കിട്ടുന്നതാണ് വൗച്ചർ. സൊസൈറ്റിയുടെ പേയ്മെന്റ്സിന് സൊസൈറ്റിയുടെ സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് സൊസൈറ്റി സൂക്ഷിക്കേണ്ടതാണ് എന്ത്? വൗച്ചേഴ്സ് എന്ന്
എന്ന് പറയുന്നത്. എന്താണ്? സൊസൈറ്റി ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു, ഓക്കെ, ഒരു കറണ്ട് ബില്ല് അടച്ചു. കറണ്ട് ബില്ല് അടയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ KCBയിൽ കൊണ്ടുപോയി കറണ്ട് ബില്ല് അടയ്ക്കുമ്പോൾ KCB എന്ത് ചെയ്യും? സൊസൈറ്റിക്ക് അതിന്റെ ഒരു വൗച്ചർ, പേയ്മെന്റ് നടത്തിയതിന്റെ തെളിവായിട്ട് ഒരു വൗച്ചർ കൊടുക്കും. ഇത്തരത്തിൽ സൊസൈറ്റിക്ക് കിട്ടിയിട്ടുള്ള വൗച്ചേഴ്സുകളെല്ലാം, പേയ്മെന്റ് നടത്തുമ്പോൾ ലഭിച്ചിട്ടുള്ള വൗച്ചേഴ്സുകളെല്ലാം എന്ത് ചെയ്യും? പ്രത്യേകം നമ്പർ ഇട്ട് ക്രൊണോളജിക്കൽ ഓർഡറിൽ, ഡേറ്റ് വൈസ് ക്രൊണോളജിക്കൽ ഓർഡറിൽ സൊസൈറ്റി എന്ത് ചെയ്യും? ഈ വൗച്ചേഴ്സ് എല്ലാം വൗച്ചർ ഫയലിനകത്ത് സൂക്ഷിച്ച് വെക്കും. എവിടെ സൂക്ഷിച്ച് വെക്കും? വൗച്ചർ ഫയലിനകത്ത്. റെസിപ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് ലഭിച്ചിട്ടുള്ള, സൊസൈറ്റിയിലേക്ക് വന്നിട്ടുള്ള വരുമാനങ്ങളെല്ലാം എന്ത് ചെയ്യും? റെസിപ്റ്റ് ബുക്കിലായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുക. സൊസൈറ്റി നൽകിയിട്ടുള്ള പേയ്മെന്റ്സുകൾക്ക് ലഭിച്ചിട്ടുള്ള വൗച്ചറുകളായിരിക്കും എവിടെ വെക്കുക? വൗച്ചർ ഫയലില് വെക്കുക. ഓക്കെ, അത് എങ്ങനെയായിരിക്കും വെക്കേണ്ടത്? സെപ്പറേറ്റ് നമ്പർ ഇട്ട് ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കും വൗച്ചേഴ്സ് വെക്കുക. നമ്മൾ ഓഡിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് കിട്ടിയിട്ടുള്ള വരവുകൾ നോക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? റെസിപ്റ്റ് ബുക്ക് ആയിരിക്കും എടുക്കുക. നമ്മൾ കൊടുത്തിട്ടുള്ള, സൊസൈറ്റി കൊടുത്തിട്ടുള്ള പേയ്മെന്റ്സുകളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വൗച്ചർ ഫയൽ ആയിരിക്കും എടുക്കുക. അപ്പോൾ അത്തരത്തിൽ ക്ലിയർ ആയിട്ട് തന്നെ സൂക്ഷിക്കേണ്ട രണ്ട് രജിസ്റ്റേഴ്സ് ആണ് എന്ത്? റെസിപ്റ്റ് ബുക്കും വൗച്ചർ ഫയൽ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ലെഡ്ജർ ഓഫ് ബോറോയിങ്സ്. ഇപ്പൊ സൊസൈറ്റി സ്വീകരിച്ചിട്ടുള്ള ഡെപ്പോസിറ്റുകളും അതുപോലെ തന്നെ സൊസൈറ്റി മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നൊക്കെ ലോണുകളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള രേഖകളൊക്കെ എഴുതി വെക്കുന്നതാണ് എന്ത്? ലെഡ്ജർ ഓഫ് ബോറോയിങ്സ് എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റി റിസീവ് ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റുകളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് സൊസൈറ്റി എടുത്തിട്ടുള്ള ബോറോയിങ്സും ആണ് എവിടെ രേഖപ്പെടുത്തി വെക്കുക? ലെഡ്ജർ ഓഫ് ബോറോയിങ്സിൽ രേഖപ്പെടുത്തി വെക്കുക. പിന്നെ എന്താണ്? ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡേ ബുക്കിൽ വരുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് ഹെഡായിട്ട് തിരിച്ച് എന്ത് ചെയ്യും? ലെഡ്ജറിൽ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. അതായത് എന്താണ്? പേയ്മെന്റ്സ് ആണെങ്കിൽ പേയ്മെന്റ്സ് മാത്രം ഒരു ഹെഡ് എന്ന് എഴുതിയതിനു ശേഷം ആ വന്നിട്ടുള്ള പേയ്മെന്റ്സുകളെല്ലാം എന്ത് ചെയ്യും? ആ ഹെഡിന് താഴെയായിരിക്കും വരിക. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡെപ്പോസിറ്ററിന്റെ ആണെങ്കിൽ ആ ഡെപ്പോസിറ്ററിന്റെ പേരെഴുതി അതിന്റെ ഒരു ഹെഡായിട്ട് തിരിച്ച് അതിന്റെ താഴെ ആയിരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേയ്മെന്റ്സുകളും വരവുകളും എല്ലാം എഴുതി വെക്കുക. അത്തരത്തിൽ സെപ്പറേറ്റ് ഹെഡായിട്ട് തിരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡേ ബുക്കിൽ വന്നിട്ടുള്ള വിവരങ്ങൾ സെപ്പറേറ്റ് ഹെഡായിട്ട് തിരിച്ച് എവിടെ എഴുതി വെക്കും? ജനറൽ ലെഡ്ജറിൽ എഴുതി വെക്കും. റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് അണ്ടർ വേരിയസ് ഹെഡ്. അതായത് സൊസൈറ്റിക്ക് കിട്ടിയിട്ടുള്ള റെസീപ്റ്റ്സുകളും സൊസൈറ്റി കൊടുത്തിട്ടുള്ള പേയ്മെന്റ്സുകളും, അതാണ് ഡിസ്ബേഴ്സ്മെന്റ്സ് പേയ്മെന്റ്സുകളാണ്. അതും പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ഹെഡ് വൈസ് എഴുതി തിരിച്ചു വെക്കുന്നതാണ് എന്ത്? ജനറൽ ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സൊസൈറ്റി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ്? രജിസ്റ്റർ ഓഫ് മന്ത്ലി റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്. എന്താണ് മന്ത്ലി റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ട്രയൽ ബാലൻസിന് പകരം അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്? റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ സൊസൈറ്റിയുടെ ട്രയൽ ബാലൻസിനെയാണ് എന്ത് പറയുന്നത്? റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ മന്ത്ലി ആയിട്ടുള്ള റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽസ് രജിസ്റ്ററിനെയാണ് എന്ത് പറയുന്നത്? രജിസ്റ്റർ ഓഫ് മന്ത്ലി റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റർ ആണ്. രജിസ്റ്റർ ഓഫ് ഡിവിഡൻഡ്. രജിസ്റ്റർ ഓഫ് ഡിവിഡൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട രജിസ്റ്റർ ആണ് എന്ത്? രജിസ്റ്റർ ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ ഷെയർ എടുക്കുന്നു അല്ലെ, മെമ്പേഴ്സ് പോയി ഷെയർ എടുക്കുന്നു. അപ്പൊ മെമ്പേഴ്സിന് ആ ഷെയറിന് എന്ത് ലഭിക്കും? ഡിവിഡൻഡ് തിരിച്ച് ലഭിക്കും അല്ലെ, ഡിവിഡൻഡ് ലഭിക്കും. മെമ്പേഴ്സിന് നൽകുന്നതാണ് എന്ത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു മെമ്പർ എത്ര ഷെയർ എടുത്തിട്ടുണ്ട് നമുക്കറിയാം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ ബേസിലായിരിക്കും ഒരു മെമ്പറിന് ഡിവിഡൻഡ് ലഭിക്കുക. അപ്പോൾ ഒരു മെമ്പർ എത്ര ഷെയർ എടുത്തിട്ടുണ്ട്, അതിന് എത്രയായിരുന്നു ഡിവിഡൻഡ് നൽകേണ്ടത്, അതിൽ എത്ര രൂപ അയാൾ സ്വീകരിച്ചു, ഇനി ബാലൻസ് എത്രയെങ്കിലും നൽകാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുന്നതാണ് എന്ത്? രജിസ്റ്റർ ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ. സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമുക്കറിയാലേ, ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് എമൗണ്ട് എടുത്ത് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഇട്ട് ഏത് ഭാഗമാണോ കുറവുള്ളത് അവിടെ പ്ലേസ് ചെയ്യും അല്ലേ. അത്തരത്തിൽ ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ട്രയൽ ബാലൻസിന് പകരം കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും? ടാലി ആവാതെ വരുന്ന സമയത്ത് ഏത് ഭാഗത്താണോ കുറവ് അവിടെ എന്ത് ചെയ്യും? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഇട്ട് അത് ടാലി ആക്കും. ഓക്കെ, എന്നതിന് ശേഷം പിന്നീട് അത് ഓഡിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് എവിടെയാണ് എന്ന് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ, അതായത് എവിടെയായിരുന്നു കുറവ് വന്നതെന്ന് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിവേഴ്സ് എൻട്രി ഇട്ട് ഈ സസ്പെൻസ് അക്കൗണ്ട് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എവിടെ എഴുതി വെക്കുന്നത്? സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്ററിൽ എഴുതി വെക്കുന്നത്.
ഓക്കെ. പിന്നെന്താണ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ, മറ്റൊരു പ്രധാനപ്പെട്ട രജിസ്റ്റർ ആണ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. ഷാൽ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് ദെയർ ആഫ്റ്റർ കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോംസ്. എന്താണ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫക്ട്സുകളൊക്കെ കണ്ടെത്തുന്നു, ഓക്കെ, അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റർ എന്തായിരിക്കും ചെയ്യുക? റെക്ടിഫിക്കേഷൻ രജിസ്റ്ററിലായിരിക്കും എഴുതി വെക്കുക. ഈ റെക്ടിഫിക്കേഷൻ രജിസ്റ്ററിന് 2 പോർഷൻ ഉണ്ടായിരിക്കും, ഓക്കെ. ഈ റെക്ടിഫിക്കേഷൻ രജിസ്റ്ററിന്റെ ഈ ഭാഗത്ത് ആരെഴുതും? ഓഡിറ്റർ എന്താണോ ക്ലാരിഫിക്കേഷൻ വേണ്ടത് ആ കാര്യം എഴുതും, ഓക്കെ. അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ ആരെഴുതും? സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഈ കാര്യം ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം റെക്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതും. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. അപ്പൊ റെക്ടിഫിക്കേഷൻ രജിസ്റ്ററിൽ ആരായിരിക്കും ആദ്യം എഴുതുക? ഓഡിറ്റർ ആയിരിക്കും എഴുതുക. പിന്നെ അതിനുശേഷം റെക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള നോട്ട് എഴുതുന്ന ആരായിരിക്കും? നമ്മുടെ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും എഴുതുക. അപ്പോൾ റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ, അങ്ങനെയുള്ള റെക്ടിഫിക്കേഷൻ രജിസ്റ്ററും എന്ത് ചെയ്യണം? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ടെമ്പററി ആയിട്ട് സൂക്ഷിക്കേണ്ട 2 കാര്യങ്ങളാണ് എന്ത്? സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്ററും റെക്ടിഫിക്കേഷൻ രജിസ്റ്ററും, ഓക്കെ. ഇത് രണ്ടും 5 വർഷം സൂക്ഷിച്ചാൽ മതിയാവും, ഓക്കെ. 5 വർഷം സൂക്ഷിച്ചാൽ മതിയാവും. ടെമ്പററി ആയിട്ട് സൂക്ഷിക്കേണ്ട രജിസ്റ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ എന്തായാലും സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ ഒക്കെയാണ് ടെമ്പററി ആയിട്ട്. കാരണം വെച്ചാൽ പെർമനന്റ് ആയിട്ട് സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ അങ്ങോട്ട് എങ്ങനെ ആ എൻട്രി എങ്ങനെ എടുക്കോ? ഇല്ല, നമ്മളത് കണ്ടെത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും? റിവേഴ്സ് എൻട്രി ഇട്ട് എന്ത് ചെയ്യും? ആ എൻട്രി ക്ലോസ് ചെയ്യും. അപ്പോൾ ടെമ്പററി ആയിട്ടാണ് എന്ത് വരുന്നത്? സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്ററിലുള്ള കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെയാണ് റെക്ടിഫിക്കേഷൻ രജിസ്റ്ററും, ഓക്കെ. പിന്നെ എന്താണ്? ഈ റെക്ടിഫിക്കേഷൻ രജിസ്റ്ററും എങ്ങനെയാണ്? മാനുവലി പ്രിപ്പയർ ചെയ്ത് അത് എങ്ങനെ സൂക്ഷിക്കണം? ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കണം. നമ്മുടെ മിനിറ്റ്സ് ബുക്ക് പറഞ്ഞതുപോലെ തന്നെ മാനുവലി എഴുതി തയ്യാറാക്കി പ്രിപ്പയർ ചെയ്യുന്നത് എഴുതുന്ന രീതിയിലായിരിക്കും. പക്ഷേ ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം അത് എങ്ങനെ സൂക്ഷിക്കണം? എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കണം. ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കണം. കാരണം എന്താണ്? നമുക്കറിയാലോ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിരന്തരം ക്രമക്കേടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹകരണ മേഖലയെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള ക്രമക്കേടുകളാണ് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നമ്മൾ കണ്ടുവരുന്നത്, അല്ലേ? അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് എന്ത്? ഇത് ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നത്, ഓക്കെ. മാനുവലി ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? അതിൽ മാൽ പ്രാക്ടീസ് നടത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഡിജിറ്റൽ ഫോമിലാണ് സൂക്ഷിക്കേണ്ടത്. അതുപോലെ റെക്ടിഫിക്കേഷൻ രജിസ്റ്ററിനെ പൂർണ്ണമായും നമ്മൾ എന്ത് പറയും? ഓഡിറ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ എന്ന് പറയാം, കേട്ടോ. ഓഡിറ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര്. നോർമൽ കേസിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? മെയിൻ ആയിട്ടും എന്തൊക്കെയാണ്? മിനിറ്റ്സ് ബുക്ക്, അതുപോലെ തന്നെ ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, പിന്നെന്താണ്? അഡ്മിഷൻ രജിസ്റ്റർ, നോമിനേഷൻ രജിസ്റ്റർ, ഡേ ബുക്ക്, അതുപോലെ എന്താണ്? റെസീപ്റ്റ് ബുക്ക്, വൗച്ചർ ഫയൽ, ലെഡ്ജർ ഓഫ് ബോറോയിങ്സ്, ജനറൽ ലെഡ്ജർ, അതുപോലെ മന്ത്ലി R&D സ്റ്റേറ്റ്മെന്റിന്റെ രജിസ്റ്റർ ഓഫ് മന്ത്ലി R&D സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ എന്താണ്? രജിസ്റ്റർ ഓഫ് ഡിവിഡൻഡ്, സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ, റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ ഒക്കെയാണ് നോർമലി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സൂക്ഷിക്കേണ്ടത്. ഇനി ലോൺ ഇഷ്യൂ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് രജിസ്റ്റേഴ്സും കൂടി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ലോൺ പ്രൊവൈഡിംഗ് സൊസൈറ്റി ഷുഡ് ഓൾസോ മെയിൻറ്റെയിൻ. ലോൺ ഇഷ്യൂ ചെയ്യുന്ന സൊസൈറ്റികൾ എക്സ്ട്രാ പറയുന്ന കുറച്ച് രജിസ്റ്ററും കൂടി കമ്പൽസറി ആയിട്ടും സൂക്ഷിക്കണം. അതിലൊന്നാണ് എന്ത്? ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. എന്താണ്? ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ എന്താണ്? ഒരാൾ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എന്താണ്? ലോണിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, എത്ര എമൗണ്ട് ആണ് ലോണിന് അപ്ലൈ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത്? ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടത്. ഇൻ കേസ് ലോൺ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടി എവിടെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്? ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ്? ലോൺ ലെഡ്ജർ. ലോൺ ലെഡ്ജർ എന്ന് പറയുന്നത് ലോൺ ഇഷ്യൂ ചെയ്യുന്ന സൊസൈറ്റികളുടെ ഒരു പ്രധാനപ്പെട്ട രജിസ്റ്റർ ആണ് എന്ത്? ലോൺ ലെഡ്ജർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഷോയിങ് ദി നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ഡിസ്പേഴ്സ്മെന്റ് ഓഫ് ഈച്ച് ലോൺ ഇഷ്യൂഡ് ആൻഡ് ഇറ്റ് പർപ്പസ് ആൻഡ് ഡേറ്റ് ഓഫ് റീപേയ്മെന്റ് ആൻഡ് പ്രിൻസിപ്പിൾ ആൻഡ് ഇൻട്രസ്റ്റ്. എന്താണ്? ലോൺ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് ഇഷ്യൂ ചെയ്തത്, ഇതിന്റെ നമ്പർ ഇട്ടായിരിക്കും രേഖപ്പെടുത്തേണ്ടത്. ലോൺ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഇട്ട് 1, 2, 3 അങ്ങനെ നമ്പർ ഇട്ട് എന്നാണ് ലോൺ ഇഷ്യൂ ചെയ്തത്, എത്ര എമൗണ്ട് ആണ് ലോൺ ഇഷ്യൂ ചെയ്തത്, അതുപോലെ എന്താണ് ആ ലോണിന്റെ പർപ്പസ്, അഗ്രികൾച്ചർ ലോൺ ആണോ ഗോൾഡ് ലോൺ ആണോ, അങ്ങനെ ലോണിന്റെ പർപ്പസ് എന്താണ് ആ കാര്യം, പിന്നെ എന്നാണ് അത് റീപേയ്മെന്റ് ചെയ്ത് വരേണ്ടത്, അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര, ഇൻട്രസ്റ്റ് എമൗണ്ട് എത്ര, അങ്ങനെ സെപ്പറേറ്റ് കാര്യങ്ങൾ എവിടെ രേഖപ്പെടുത്തി വെക്കേണ്ടതായിട്ടുണ്ട്? ലോൺ ലെഡ്ജറിന് രേഖപ്പെടുത്തി വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സൊസൈറ്റിയുടെ ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലോൺ ലെഡ്ജറിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ തന്നെ രേഖപ്പെടുത്തണം? നമ്പർ
നമ്പർ ഇട്ട് 1/1 ആയിട്ട് നമ്പർ ഇട്ട് തന്നെ രേഖപ്പെടുത്തി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ് ലയബിലിറ്റി രജിസ്റ്റർ? എന്താണ് ലയബിലിറ്റി രജിസ്റ്റർ? ഷോയിങ് ദി എമൗണ്ട് ഓഫ് ഇൻഡെപ്റ്റ്നെസ് ഓഫ് ഈച്ച് മെമ്പർ ടു ദി സൊസൈറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ലോൺ ടേക്കൺ ഓർ ബൈ ദി ഷുവർട്ടി. എന്താണ് ലയബിലിറ്റി രജിസ്റ്റർ? പ്രധാനപ്പെട്ട ഒരു രജിസ്റ്റർ ആണ്. എന്താണ് ലയബിലിറ്റി രജിസ്റ്റർ പറയുന്നത്? ഷോയിങ് ദി എമൗണ്ട് ഓഫ് ഇൻഡെപ്റ്റ്നെസ് ഓഫ് ഈച്ച് മെമ്പർ. എന്താണ്? ഓരോ മെമ്പറിന്റെയും ഇൻഡെപ്റ്റ്നെസ്, കടബാധ്യത എവിടെ രേഖപ്പെടുത്തണം? ലയബിലിറ്റി രജിസ്റ്ററിൽ. എന്തില്? സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സൊസൈറ്റിയിൽ നിന്ന് നേരിട്ട് ലോൺ എടുത്തതോ അല്ല എന്നുണ്ടെങ്കിൽ ഷുവർട്ടി ആയിട്ട് നിന്നുകൊണ്ട് ലോൺ എടുത്തതോ ആയിട്ടുള്ള ലയബിലിറ്റി, അതായത് ഇൻഡെപ്റ്റ്നെസ്, കടബാധ്യതകൾ എവിടെ രേഖപ്പെടുത്തണം? ലയബിലിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ഇത് രേഖപ്പെടുത്താതിരുന്നാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമുക്കറിയാം, വലിയ സൊസൈറ്റി ആണെങ്കിൽ 2-3 ബ്രാഞ്ച് ഒക്കെ ഉണ്ടാവും അല്ലെ, ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള സൊസൈറ്റികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അയാൾ എന്ത് ചെയ്യും? ഒരു ബ്രാഞ്ചിൽ ചെന്ന് ഒരു 5 ലക്ഷം രൂപ ലോൺ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? മറ്റൊരു ബ്രാഞ്ചിൽ പോയി പിന്നെ ഒരു 5 ലക്ഷം രൂപ ലോൺ എടുക്കും. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത്? ലയബിലിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയാലേ അറിയാൻ പറ്റൂ. ഓരോ മെമ്പറും ആ സൊസൈറ്റിയിൽ നിന്ന് എത്ര രൂപ ലോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഷുവർട്ടി ആയിട്ട് നിന്നുകൊണ്ട് എത്ര രൂപ ലോൺ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി രജിസ്റ്റർ നോക്കണം. ലയബിലിറ്റി രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ അറിയാൻ പറ്റുമല്ലേ സൊസൈറ്റിക്ക്? ഇയാൾ ഇന്ന ബ്രാഞ്ചിൽ നിന്ന് 5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റു ബ്രാഞ്ചിൽ നിന്ന് ലോൺ കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? ലയബിലിറ്റി രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡെപ്റ്റ്നെസ്, അതായത് ഓരോ മെമ്പറിന്റെയും സൊസൈറ്റിയോടുള്ള ഇൻഡെപ്റ്റ്നെസ്, കടബാധ്യതകളാണ് എന്ത്? ലയബിലിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നത്. അത് അയാൾ ഡയറക്റ്റ് ലോൺ എടുത്തതും ആവാം, ഷുവർട്ടി ആയിട്ട് നിന്നുകൊണ്ട് മറ്റൊരാൾ ലോൺ എടുത്തതും ആവാം. ഓക്കെ, ഇയാൾ മറ്റൊരാൾക്ക് ലോൺ എടുക്കുന്നതിന് വേണ്ടി ഷുവർട്ടി ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും എവിടെ രേഖപ്പെടുത്തണം? ലയബിലിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ്? രജിസ്റ്റർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ഡിഫോൾട്ടേഴ്സ് ബോട്ട് ടു ഓപ്ഷൻ. എന്താണ്? ഓരോ ഡിഫോൾട്ടേഴ്സിന്റെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ രജിസ്റ്റർ, എന്താണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ രജിസ്റ്ററും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സൊസൈറ്റിയിൽ, ലോൺ ഇഷ്യൂ ചെയ്യുന്ന സൊസൈറ്റികളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്താണ്? രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോൺസ്. എന്താണ് രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോൺസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ലോണ് ഫുൾ പേയ്മെന്റ് എല്ലാം അടച്ചു തീർത്ത് ആ ലോൺ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലും ആ ക്ലോസ്ഡ് ലോണിന്റെ രജിസ്റ്ററും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സൊസൈറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ലോണും അടച്ചു തീർത്ത് ക്ലോസ് ചെയ്തെങ്കിൽ പോലും ആ ക്ലോസ്ഡ് ലോണിന്റെ രജിസ്റ്റർ, എത്ര രൂപയാണ് ക്ലോസ് ചെയ്തത്, ഫുൾ എന്നാണ് ക്ലോസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോണിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്? രജിസ്റ്റർ ഓഫ് ഷോയിങ് പ്രോഗ്രസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ. നമുക്കറിയാലോ, ഡിഫോൾട്ട് ഒക്കെ വരുത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അയാളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യേണ്ടത് കൊണ്ട് ആ തുക ഈടാക്കാം എന്നുള്ളൊരു ഓർഡർ ഉണ്ട് അല്ലെ. അപ്പോൾ അതിനെ ആർബിട്രേഷൻ എന്നാണ് പറയുന്നത്. ഈ പ്രൊസീഡിങ്സ് നടപ്പാക്കുന്നതിനാണ് എന്ത്? എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അയാളുടെ പ്രോപ്പർട്ടി പിടിച്ചെടുത്ത് തുക ഈടാക്കി എടുക്കുന്ന പ്രൊസീജിയറിനെ എക്സിക്യൂഷൻ എന്നും, ആ അവാർഡിനെ, അങ്ങനെ ഒരു തുക ഈടാക്കാം അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്യാമെന്ന് പറയുന്ന അവാർഡ് കൊടുക്കുന്നതിന് നമ്മൾ ആർബിട്രേഷൻ എന്ന് പറയും. ഇത്തരത്തിൽ ആർബിട്രേഷനും എക്സിക്യൂഷന്റെയും പ്രോഗ്രസ് എന്താണ്? ഓരോ സ്റ്റേജിലും ഏതൊക്കെ രീതിയിലാണ് ആ എക്സിക്യൂഷൻ നടത്തുന്നത്, അങ്ങനെയുള്ള പ്രോഗ്രസ്സുകളെല്ലാം രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു രജിസ്റ്റർ ഉണ്ട്. അതാണ് എന്ത്? രജിസ്റ്റർ ഓഫ് ഷോയിങ് പ്രോഗ്രസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ. ഓരോ കേസിന്റെയും ആർബിട്രേഷന്റെ പ്രോഗ്രസും അതുപോലെ എക്സിക്യൂഷന്റെ പ്രോഗ്രസും എല്ലാം രേഖപ്പെടുത്തി വെക്കേണ്ട രജിസ്റ്റർ ആണ് എന്ത്? രജിസ്റ്റർ ഓഫ് ഷോയിങ് പ്രോഗ്രസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ. അതുപോലെ തന്നെയാണ് എന്ത്? രജിസ്റ്റർ ഓഫ് ഡിക്ലറേഷൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 36. സെക്ഷൻ 36 എന്താണ്? ചാർജ് ഓൺ ലാൻഡ് അല്ലെ. ചാർജ് ഓൺ ലാൻഡ് ഓൺഡ് ഓർ ഹെൽഡ് ബൈ മെമ്പേഴ്സ് ആണ് എന്ത്? സെക്ഷൻ 36. സെക്ഷൻ 36 പ്രകാരം ഡിക്ലെയർ ചെയ്യുന്ന രജിസ്റ്റർ എന്താണ്? അത്തരത്തിലൊരു രജിസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യണം. സെക്ഷൻ 36 പ്രകാരം ഡിക്ലെയർ ചെയ്യുന്ന രജിസ്റ്റർ ഫോം നമ്പർ എത്രയിലാണ്? ഫോം നമ്പർ 8ലാണ്. എത്രയിലാണ്? ഫോം നമ്പർ 8ലാണ് സെക്ഷൻ 36 പ്രകാരം ഡിക്ലെയർ ചെയ്യുന്ന രജിസ്റ്റർ വരുന്നത്. ഏത് ഫോമിലാണ്? ഫോം നമ്പർ 8ലാണ്. അപ്പൊ അതും ഒരു സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റർ ആണ്. ഓക്കെ, അടുത്താണ് എന്ത്? രജിസ്റ്റർ ഓഫ് ലാൻഡ് കൾട്ടിവേറ്റഡ് ബൈ മെമ്പേഴ്സ്. ഒരു മെമ്പേഴ്സിന്റെ ലാൻഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് എന്ത്? രജിസ്റ്റർ ഓഫ് ലാൻഡ് കൾട്ടിവേറ്റഡ് ബൈ മെമ്പേഴ്സ്. ഓരോ മെമ്പേഴ്സിന്റെയും ലാൻഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അകത്തുള്ള ലാൻഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന രജിസ്റ്റർ ആണ് എന്ത്? രജിസ്റ്റർ ഓഫ് ലാൻഡ് കൾട്ടിവേറ്റഡ് ബൈ മെമ്പേഴ്സ്. പിന്നെന്താണ്? ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്? പാക്സുകൾ അല്ലെ. പാക്സുകൾ പ്രിപ്പയർ ചെയ്ത് DCBക്ക് കൊടുക്കേണ്ടതാണ് എന്ത്? ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ പർട്ടിക്കുലർ ക്രോപ്പിനും എത്രയാണ് ആവശ്യമായി വരുന്ന ലോണ് എന്ന് പാക്സ് പ്രിപ്പയർ ചെയ്ത്, അതെന്താണ്? DCB ഇഷ്യൂ ചെയ്യുന്ന സ്കെയിൽ ഓഫ് ഫിനാൻസിന്റെ ബേസിൽ പാക്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആർക്ക് കൊടുക്കും? നമ്മുടെ DCBക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പൊ എന്താണ്? ഇപ്പൊ DCBക്ക് ആയിരിക്കില്ല കൊടുക്കുന്നത്. ഇപ്പൊ ആർക്കായിരിക്കും കൊടുക്കുക? നമ്മുടെ
അപ്പെക്സ് സൊസൈറ്റി ആയ കേരള ബാങ്കിനായിരിക്കും കൊടുക്കുക. അപ്പോൾ അതിന്റെ ബേസിലായിരിക്കും അവർ എന്ത് ചെയ്യുക, പാക്സിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റുകളും എന്ത് ചെയ്യുക, കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണ് രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്. രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് എന്താണ്? ഫ്ലൂയിഡ് റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ റൂൾ 63 പറയുന്നതാണ് എന്ത്, ഫ്ലൂയിഡ് റിസോഴ്സസ്. എന്താണ്? BR ആക്ടിന്റെ പരിധിയിൽ വരാത്ത കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ത് ചെയ്യണം, റൂൾ 63 പ്രകാരം ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇൻ കേസ് എന്താണ്, ഒരു ഡെപ്പോസിറ്റർ വന്ന് അയാളുടെ ഡെപ്പോസിറ്റ് തിരിച്ചു ചോദിക്കുകയാണ്, നമ്മുടെ കയ്യിൽ അതിനുള്ള, അതായത് സൊസൈറ്റിയുടെ കയ്യിൽ ആ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്നതിനുള്ള തുക ആ സമയം തന്നെ ഉണ്ടാകണം. അങ്ങനെയുള്ള ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്, ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത്തരത്തിൽ ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു രജിസ്റ്ററും കൂടി സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തെന്താണ്? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എലിജിബിൾ ടു വോട്ട്. ഓരോ വർഷവും വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ രജിസ്റ്ററും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഒരു ലോൺ ഇഷ്യൂ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അല്ലെങ്കിൽ എല്ലാത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റികളും എന്താണ്, ഇത്തരത്തിലുള്ള രജിസ്റ്ററും സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കിയേ, ഇൻ ദി കേസ് ഓഫ് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി. എവിടെയാണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളിൽ. എന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളിൽ? ദി പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈച്ച് മെമ്പർ showing the asset and liabilities should be collected at the time of admission and it should also be revised at least once in a year and kept in stitched volume. എന്താണ് പറയുന്നത്? നമ്മുടെ അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളിൽ നമ്മൾ മെമ്പറായി ചെല്ലുന്ന സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അവിടെ ഒരു പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് നൽകേണ്ടതായിട്ടുണ്ട്. എന്ത് നൽകണം? ഒരു പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് നൽകേണ്ടതായിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക? ആ മെമ്പറിന്റെ അസറ്റ്സും ലയബിലിറ്റീസും അടങ്ങുന്നതായിരിക്കും എന്ത്, ഈ പറയുന്ന പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളിൽ നമ്മൾ മെമ്പർ ആവാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, മെമ്പർ ആവാൻ ചെല്ലുന്ന സമയം തന്നെ, അഡ്മിഷൻ എടുക്കുന്ന സമയം തന്നെ നമ്മൾ നമ്മുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിന്റെ ഒരു പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റും കൂടി എന്താണ്, സൊസൈറ്റിക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ്, ഈ പറയുന്ന പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഓരോ വർഷവും റിവൈസ് ചെയ്യണം. ഓരോ വർഷവും റിവൈസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് സ്റ്റിച്ച്ഡ് വോളിയമായി പഴയ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിനോടൊപ്പം കുത്തിക്കെട്ടി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വർഷം റിവൈസ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? ഞാൻ കഴിഞ്ഞ വർഷമാണ് എന്ത്, മെമ്പറായി ചേർന്നത്. അന്ന് എനിക്ക് 5 സെന്റ് വസ്തുവാണ് ഉണ്ടായിരുന്നത്. എന്റെ അസറ്റ് എന്ന് പറയുന്നത് 5 സെന്റ് പ്രോപ്പർട്ടിയാണ് എന്റെ പേരിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഞാനപ്പോൾ ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് നൽകി. ഓക്കെ, ഈ വർഷം ഞാൻ ഒരു 5 സെന്റും കൂടി വാങ്ങി. അപ്പൊ ഇപ്പൊ എനിക്ക് മൊത്തം എത്ര സെന്റ് പ്രോപ്പർട്ടി ഉണ്ട്? 10 സെന്റ് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. 10 സെന്റാണ് എന്റെ പേരിൽ അസറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അത് സൊസൈറ്റി അറിയണ്ടേ? അപ്പോൾ ഓരോ വർഷവും റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ പഴയ സ്റ്റേറ്റ്മെന്റിലുള്ള അസറ്റും ലയബിലിറ്റിയും തന്നെയാണോ ഈ വർഷവും ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ചിലപ്പോൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് കുറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കൂടാം, അസറ്റ് കൂടാം, ചിലപ്പോൾ ലയബിലിറ്റി കൂടാം. അത്തരത്തിൽ നമുക്ക് എന്താണ്, ഓരോ വർഷവും നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. ഓരോ വർഷവും നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ഇത് ഉൾപ്പെടുന്ന പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റുകളും കൂടി ഓരോ വർഷവും റിവൈസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കണം. റിവൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ പഴയ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിനോടൊപ്പം ഇത് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച്ഡ് വോളിയമായിട്ട് സൂക്ഷിക്കും. സ്റ്റിച്ച്ഡ് വോളിയമായിട്ട് സൂക്ഷിക്കും. എത്ര വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യേണ്ടത്? 1 ഇയർ. ഓരോ വർഷവും അത് റിവൈസ് ചെയ്യുകയും പഴയ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം സ്റ്റിച്ച്ഡ് വോളിയമായിട്ട് അത് സൂക്ഷിക്കുകയും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറയുന്നത്? നമുക്കറിയാലേ, ഇൻ കേസ് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി വൈൻഡപ്പ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിലെ മെമ്പേഴ്സിന് എന്ത് ചെയ്യും, പൂർണ്ണമായ ലയബിലിറ്റി ഉണ്ടായിരിക്കും. ഷെയർ വരെ ആയിരിക്കില്ല അവരുടെ ലയബിലിറ്റി വരുന്നത് അല്ലേ. അപ്പോൾ ആ സൊസൈറ്റിയുടെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ മെമ്പേഴ്സിന്റെ അസറ്റിൽ നിന്നും കൂടി അത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്, അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളിൽ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് വെക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വ്യക്തമായി പഠിച്ചിരിക്കുക. എന്താണ് പറഞ്ഞത്? അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിന്റെ ഒരു പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുക്കുക. ഇത് ഓരോ വർഷവും എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്യുക, അത് സ്റ്റിച്ച്ഡ് വോളിയം ആയിട്ട് നമ്മൾ പഴയ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതായിട്ടും ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കാതെ പഠിക്കുക. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? ഇൻ ദി കേസ് ഓഫ് സൊസൈറ്റി ടു വിച്ച് റൂൾ 63 അപ്ലൈസ്, ഫ്ലൂയിഡ് റിസോഴ്സ് രജിസ്റ്റർ ഷാൾ മെയിൻറ്റെയിൻ ഷോയിങ് ദി ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് ഓഫ് സൊസൈറ്റി ആൻഡ് ദി എക്സ്റ്റെന്റ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സ് അവൈലബിൾ ടു മീറ്റ് ദം.
എന്താണ് പറയുന്നത്? നമ്മുടെ റൂൾ 63 പ്രകാരം ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സൊസൈറ്റികളിൽ, അതായത് ഫ്ലൂയിഡ് റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സൊസൈറ്റികൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്? BR ആക്ടിന്റെ പരിധിയിൽ വരാത്ത കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ത് ചെയ്യണം? റൂൾ 63 പ്രകാരം ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇൻ കേസ് നോക്കിയേ, ഞാനിപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊണ്ടുവന്നു ഡെപ്പോസിറ്റ് ഇട്ടു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് മെച്ചൂർഡ് ആയി, അല്ലെങ്കിൽ പോട്ടെ മെച്ചൂർഡ് ആയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, എനിക്ക് ആ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ സൊസൈറ്റിയിൽ പോയി പറയുമ്പോൾ സൊസൈറ്റിക്ക് ആ സമയം തന്നെ എന്ത് ചെയ്യാൻ കഴിയണം? ആ എമൗണ്ട് എനിക്ക് തിരിച്ചു തരാൻ കഴിയണം. അങ്ങനെ തിരിച്ചു തരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സൊസൈറ്റിയിൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് വേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡ് അല്ലെങ്കിൽ എന്താണ്, പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അസറ്റുകളോ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്ന സമയം തന്നെ നമുക്കത് തിരിച്ചു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും, എന്ത് BR ആക്ടിന്റെ പരിധിയിൽ വരാത്ത എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും റൂൾ 63 പ്രകാരം എന്താണ്? ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. BR ആക്ടിന്റെ പരിധിയിൽ വരുന്ന സൊസൈറ്റികളാണെങ്കിലോ SLR ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അങ്ങനെ ഫ്ലൂയിഡ് റിസോഴ്സിന്റെ പരിധിയിൽ വരുന്ന സൊസൈറ്റികളിൽ എന്താണ്? ഇമ്മീഡിയറ്റ് ലയബിലിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എന്താണ്? ഫ്ലൂയിഡ് റിസോഴ്സ് ആ സൊസൈറ്റികളിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ്? ഫ്ലൂയിഡ് റിസോഴ്സസ് രജിസ്റ്ററും എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫ്ലൂയിഡ് റിസോഴ്സസിന്റെ കാര്യം. എന്താണ് ഫ്ലൂയിഡ് റിസോഴ്സസ് രജിസ്റ്റർ? ഇപ്പോൾ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? BR ആക്ടിന്റെ പരിധിയിൽ വരാത്ത കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? പെട്ടെന്ന് അവരോട് ആരെങ്കിലും വന്ന് ഡെപ്പോസിറ്റ് തിരിച്ചു ചോദിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലൈബിലിറ്റി ഉണ്ടാവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ എന്ത് ചെയ്യുക? സൊസൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് റിസോഴ്സസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് വഴിയായിരിക്കും? ഫ്ലൂയിഡ് റിസോഴ്സസ് രജിസ്റ്ററിലൂടെ ആയിരിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്? നമ്മൾ മെച്ചുവേർഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകളാണെന്നുണ്ടെങ്കിൽ 100% ഫ്ലൂയിഡ് റിസോഴ്സസ് ആയിട്ട്, ആ എമൗണ്ടിന്റെ ഫുള്ളും 100% ഫ്ലൂയിഡ് റിസോഴ്സസ് ആയിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ 20% ആയിരിക്കും നോർമൽ കേസിൽ ഫ്ലൂയിഡ് റിസോഴ്സ് ആയിട്ട് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ നോംസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും എന്നാണ് റൂൾ 63 പറയുന്നത്. ഓക്കെ, അടുത്തെന്താ? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എലിജിബിൾ ടു കണ്ടിന്യൂ ആസ് എ മെമ്പർ ആൻഡ് ടു വോട്ട് ഇൻ എവറി ഇയർ. എന്താണ് പറയുന്നത്? മെമ്പേഴ്സിന്റെ എലിജിബിൾ ആയിട്ടുള്ള, വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ രജിസ്റ്ററും നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അത് എന്ത് ചെയ്യണം? ഓരോ വർഷവും അത് റിവൈസ് ചെയ്യുകയും വേണം. ഓരോ വർഷവും ഇത്തരത്തിലുള്ള മെമ്പേഴ്സിന്റെ, എലിജിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ ഒരു രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്യണം. ഓരോ വർഷവും ഇത് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത വ്യക്തി എന്ന് ഈ വർഷം വോട്ട് ചെയ്യാൻ ഉണ്ടായിക്കോണമെന്നില്ല. അതായത് എന്താണ്? ഇൻ കേസ് അയാൾ മരണപ്പെട്ടു പോയെന്നിരിക്കട്ടെ, അപ്പോൾ ഓരോ വർഷവും അത് റിവൈസ് ചെയ്താൽ മാത്രമേ ആ വർഷം എലിജിബിൾ ആയിട്ടുള്ള എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കൂ. അങ്ങനെ എലിജിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ ഒരു രജിസ്റ്ററും കൂടി നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഏത് വർഷമാണ്? എല്ലാ വർഷവും നമ്മൾ ഇത് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അടുത്ത് നോക്കിയടാ, നമ്മൾ അമെന്റ്മെന്റിൽ വന്നിട്ടുള്ള കാര്യമാണ് എന്ത്? റൂൾ 29(3) എന്ന് പറയുന്നത്. റൂൾ 29(3) എന്ന് പറയുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അമെന്റ്മെന്റ് വന്നിട്ടുള്ളതാണ്. എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള മേഖലയാണ് റൂൾ 29(3). എന്താണ് പറയുന്നത്? there shall be a common software adopted by the government for primary agricultural credit society. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പാക്സുകൾ. പാക്സുകളിൽ എന്ത് ചെയ്യണം? ഒരു കോമൺ സോഫ്റ്റ്വെയർ, ബുക്ക് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനുമായി എന്ത് ചെയ്യണം? ഒരു കോമൺ സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്തിരിക്കണം. അത് ആര് അഡോപ്റ്റ് ചെയ്യും? ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്ന കോമൺ സോഫ്റ്റ്വെയറിലൂടെ ആയിരിക്കണം പാക്സുകളിൽ എന്ത് ചെയ്യേണ്ടത്? ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത് സൂക്ഷിച്ചു വെക്കേണ്ടതും. അപ്പോൾ ഈ കോമൺ സോഫ്റ്റ്വെയർ, പാക്സുകൾക്ക് വേണ്ടിയിട്ടുള്ള കോമൺ സോഫ്റ്റ്വെയർ ആരാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. പാക്സുകളുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളിൽ എന്താണ്? ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കോമൺ സോഫ്റ്റ്വെയറുകളിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇനി മുതൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത് രേഖപ്പെടുത്തേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തെന്താണ് പറയുന്നത്? ദി രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ നെസസറി ഗൈഡ് ലൈൻസ് ഫോർ ഇൻസ്റ്റാളേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് യൂസ് കോമൺ സോഫ്റ്റ്വെയർ ടു ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ് പറയുന്നത്? ഇപ്പോൾ പാക്സുകളിലാണെങ്കിൽ ഗവൺമെന്റ്
അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കോമൺ സോഫ്റ്റ്വെയറിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി നോക്കിയേ, പാക്സുകൾ അല്ലാത്ത സൊസൈറ്റികൾ ഉണ്ടല്ലോ, പാക്സുകൾ ഒഴികെയുള്ള ബാക്കി സൊസൈറ്റികളെല്ലാം ആര്, രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം, അതായത് പാക്സുകൾ ഒഴികെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെല്ലാം രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളിലൂടെ ആയിരിക്കണം ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും, പാക്സിലാണെങ്കിലും പാക്സുകൾ ഒഴികെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളിലാണെങ്കിലും ഈ സോഫ്റ്റ്വെയറുകളുടെ എല്ലാം എന്താണ്, ഇൻസ്റ്റാളേഷൻ, അതുപോലെ തന്നെ മെയിൻ്റനൻസ്, അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുടെ ഒരു ഗൈഡ് ലൈൻ ആര് ഇഷ്യൂ ചെയ്യും, രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും. രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ നെസസറി ഗൈഡ് ലൈൻസ് ഫോർ ഇൻസ്റ്റാളേഷൻ, മെയിൻ്റനൻസ് ആൻഡ് യൂസ് ഓഫ് കോമൺ സോഫ്റ്റ്വെയർ ടു ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇങ്ങനെ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കോമൺ സോഫ്റ്റ്വെയറിന്റെ കേസിലാണെങ്കിലും രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് കോപ്പറേറ്റീവ്, അതായത് പാക്സുകൾ ഒഴികെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ എന്താണ്, രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളിലൂടെ ആയിരിക്കും ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളുടെ എല്ലാം തന്നെ എന്താണ്, മെയിൻ്റനൻസും അതിന്റെ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ ഇതിന്റെ ഉപയോഗം, യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും ആരായിരിക്കും ഇഷ്യൂ ചെയ്യേണ്ടത്, രജിസ്ട്രാർ ആയിരിക്കും ഇഷ്യൂ ചെയ്യേണ്ടത്. എവറി പാക്ക് ഷാൽ കീപ് മെയിൻറ്റെയിൻ ദെയർ അക്കൗണ്ട്സ് ബൈ യൂസ് ഓഫ് കോമൺ സോഫ്റ്റ്വെയർ. ഈ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കോമൺ സോഫ്റ്റ്വെയറുകളിലൂടെ ആയിരിക്കണം ഇനി മുതൽ എന്ത് ചെയ്യേണ്ടത്, പാക്സ് അവരുടെ ബുക്ക് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും കീപ്പ് ചെയ്യേണ്ടതെന്നും ആലോചിക്കുക. ഓക്കെ, ഇത് ആർക്കാണ് ഈ കോമൺ സോഫ്റ്റ്വെയർ ആപ്ലിക്കബിൾ ആവുന്നത്, പാക്സുകൾക്കാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ആര് അഡോപ്റ്റ് ചെയ്ത കോമൺ സോഫ്റ്റ്വെയർ ആണ്, ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്ത കോമൺ സോഫ്റ്റ്വെയർ ആണ്. ഈ കോമൺ സോഫ്റ്റ്വെയറുകളുടെ എല്ലാം എന്താണ്, ഇൻസ്റ്റാളേഷനും അതുപോലെ മെയിൻ്റനൻസ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും യൂസുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ ആരായിരിക്കും നൽകുക, രജിസ്ട്രാർ ആയിരിക്കും നൽകുന്നതെന്നും ഓർമ്മിക്കുക. ഇനി നോക്കിയേ, ഈ ഗൈഡ് ലൈൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്, ഇൻസ്റ്റാളേഷൻ, ആ സോഫ്റ്റ്വെയറുകളുടെ ഇൻസ്റ്റാളേഷനും അതിന്റെ മെയിൻ്റനൻസും യൂസുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസ് എല്ലാം എന്താണ്, രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും. ഇത് കൂടാതെ ഗൈഡ് ലൈൻസിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, മൈഗ്രേഷൻ ഓഫ് ലെഗസി ഡേറ്റ, ഈ ഡേറ്റകളുടെ മൈഗ്രേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ്ങിന്റെ കാര്യം, ഈ ഡേറ്റാസിന്റെ ട്രാൻസ്ഫറിങ് എങ്ങനെ ആയിരിക്കണം എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗൈഡ് ലൈൻസിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്, ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ഇംപ്ലിമെന്റേഷൻ ടൈം ലൈൻ, സമയബന്ധിതമായി ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ഷെയറിംഗ് ദി കോസ്റ്റ് ഓഫ് എക്സ്പെൻസ് ഓഫ് കോമൺ സോഫ്റ്റ്വെയർ, ഇത്തരത്തിലുള്ള കോമൺ സോഫ്റ്റ്വെയറുകളുടെ എക്സ്പെൻസ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി ഈ ഗൈഡ് ലൈൻസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും. അപ്പൊ ഈ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാർ ആണെന്നും മനസ്സിലാക്കിയിരിക്കുക. ഈ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യും, ഈ ഗൈഡ് ലൈൻസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം, അതായത് എന്താണ്, രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസിനകത്ത് ഉൾപ്പെടാത്ത കാര്യങ്ങൾ ഏതെന്ന് ചോദിക്കും. ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ആ സോഫ്റ്റ്വെയറിന്റെ ഇൻസ്റ്റാളേഷൻ, മെയിൻ്റനൻസ്, യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഗൈഡ് ലൈൻസ് രജിസ്ട്രാർ കൊടുക്കും. ഇത് കൂടാതെ എന്തും കൂടി കൊടുക്കും, എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്, ആ സോഫ്റ്റ്വെയറിനകത്തുള്ള ഡേറ്റ ട്രാൻസ്ഫറിങ്ങിന്റെ കാര്യങ്ങൾ, അതിന് എംപ്ലോയീസിനെ അതുമായി ബന്ധപ്പെട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്ന കാര്യങ്ങൾ, സമയബന്ധിതമായി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ കോമൺ സോഫ്റ്റ്വെയറിന്റെ എക്സ്പെൻസ് എങ്ങനെയായിരിക്കും ഷെയർ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളും കൂടിയൊക്കെ എന്ത് ചെയ്യും, ഈ ഗൈഡ് ലൈൻസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താ പറയുന്നത്, ഇൻ ദി കേസ് ഓഫ് അതർ ദാൻ പാക്സ്, ഇപ്പൊ നമ്മുടെ പാക്സിന്റെ കാര്യം പറഞ്ഞു. പാക്സിൽ എങ്ങനെയാണ്, കോമൺ സോഫ്റ്റ്വെയർ, നമ്മുടെ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കോമൺ സോഫ്റ്റ്വെയർ വഴിയായിരിക്കും പാക്സിലും ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും കീപ്പ് ചെയ്യേണ്ടതും. ഇനി നോക്കിയേ, അതർ ദാൻ പാക്സ്, പാക്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും, പാക്സ് ഒഴികെയുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും എങ്ങനെയായിരിക്കും, സോഫ്റ്റ്വെയർ അപ്രൂവ്ഡ് ബൈ ദി രജിസ്ട്രാർ, എന്താണ്, ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. ഓക്കെ, അത് കോമൺ സോഫ്റ്റ്വെയർ അല്ല, രജിസ്ട്രാർ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ അപ്രൂവ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ കൂടി മാത്രമേ എന്ത് ചെയ്യാനായിട്ട് കഴിയൂ, പാക്സ് ഒഴികെയുള്ള സൊസൈറ്റികളിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയൂ. സൊസൈറ്റി ഇഷ്ടമുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ആര് അപ്രൂവ് ചെയ്തിരിക്കണം, ഈ സോഫ്റ്റ്വെയർ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിരിക്കണം. രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിലൂടെ മാത്രമേ പാക്സ് ഒഴികെ
ഒഴികെയുള്ള ബാക്കിയുള്ള സൊസൈറ്റികളിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, പാക്സിന് എങ്ങനെയാണ്? ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കോമൺ സോഫ്റ്റ്വെയറുകളിലൂടെയാണ് പാക്സിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. പാക്സ് ഒഴികെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളിലാണെങ്കിലോ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും സോഫ്റ്റ്വെയറുകളിലൂടെ ആയിരിക്കും ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനെന്ന് വ്യക്തമായി ഓർമ്മിക്കുക. ഇനി ഈ പറയുന്ന അതർ ദാൻ പാക്സിനാണെങ്കിലും പാക്സ് ഒഴികെയുള്ള സൊസൈറ്റികളിലാണെങ്കിലും ഇതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ ആര് തന്നെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്? രജിസ്ട്രാർ തന്നെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിന്റെ ഗൈഡ് ലൈൻസും ഈ പറയുന്ന ഡേറ്റയുടെ ട്രാൻസ്ഫറിങ്ങും അതുപോലെ എംപ്ലോയീസിന്റെ ട്രെയിനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രജിസ്ട്രാർ തന്നെ ആയിരിക്കും ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്യുന്നത്. ഈ രണ്ട് കേസിലും ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാർ തന്നെ ആയിരിക്കും. സോഫ്റ്റ്വെയറുകളിലാണ് മാറ്റം വരുന്നത്. പാക്സിനാണെങ്കിൽ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കോമൺ സോഫ്റ്റ്വെയറുകളിലൂടെയും എന്താണ് പാക്സ് ഒഴികെയുള്ള മറ്റ് സൊസൈറ്റികളിലാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും സോഫ്റ്റ്വെയറുകളിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള മേഖലയാണ്. ഓക്കെ, ഇനി അടുത്ത് എന്താ? നമ്മുടെ റൂൾ 29 നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റൂൾ അമെന്റ്മെന്റിൽ ആഡ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റൂളാണ് എന്ത്? റൂൾ 29A എന്ന് പറയുന്നത്. റൂൾ 29A എന്താണ്? റൂൾ 29A പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദി മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റി ആൻഡ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ്. നമ്മൾ മിനിറ്റ്സ് ബുക്കിന്റെ കാര്യം നേരത്തെ പറഞ്ഞാണല്ലേ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പെർമനന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റർ ആണ് എന്ത്? മിനിറ്റ്സ് ബുക്ക്. നമ്മൾ പറഞ്ഞു അതെങ്ങനെയാണ് മാനുവലി പ്രിപ്പയർ ചെയ്തിട്ട് ഇനി മുതൽ എങ്ങനെയാണ് അത് ഡിജിറ്റൽ ഫോമിലായിരിക്കണം കീപ്പ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി നോക്കിയാടാ, മിനിറ്റ്സ് ബുക്ക് അതായത് നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗിന്റെയോ സബ് കമ്മിറ്റി മീറ്റിംഗിന്റെയോ കമ്മിറ്റി മീറ്റിംഗിന്റെയോ ഒക്കെ മിനിറ്റ്സ് ബുക്ക് എങ്ങനെ ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് എങ്ങനെ റെക്കോർഡ് ചെയ്യണം, ആര് മെയിൻറ്റെയിൻ ചെയ്യണം, അതിന്റെ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണെന്ന് സെപ്പറേറ്റ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ട്. അതാണ് എന്ത്? റൂൾ 29A എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗിലും സബ് കമ്മിറ്റി മീറ്റിംഗിലും കമ്മിറ്റി മീറ്റിംഗിലും ഒക്കെ വെക്കുന്ന മിനിറ്റ്സ് ബുക്കിന്റെ അല്ലെങ്കിൽ എഴുതുന്ന മിനിറ്റ്സ് ബുക്ക് എത്തരത്തിലായിരിക്കണം ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള റൂളാണ് എന്ത്? റൂൾ 29A എന്ന് പറയുന്നത്. റൂൾ 29A(1) എന്താണ് പറയുന്നത്? ദി മിനിറ്റ്സ് ബുക്ക് ഷാൽ ബി കെപ്റ്റ് അണ്ടർ ദി സേഫ് കസ്റ്റഡി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റി. റൂൾ 29A(1) എന്താണ് പറയുന്നത്? മിനിറ്റ്സ് ബുക്കിന്റെ കസ്റ്റോഡിയൻ ആരായിരിക്കണം എന്ന് പറയുന്നു. ആരാണ്? സെക്രട്ടറി, ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കണം. സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കണം മിനിറ്റ്സ് ബുക്കിന്റെ കസ്റ്റോഡിയൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നിയമപ്രകാരം ഇത് വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ നിയമപ്രകാരവും കൂടി പറയുന്നുണ്ട്. എന്ത്? നമ്മുടെ മിനിറ്റ്സ് ബുക്കിന്റെ കസ്റ്റോഡിയൻ. നമുക്കറിയാം നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകളുടെ എല്ലാം കസ്റ്റോഡിയൻ ആര് തന്നെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ് തന്നെയാണ് അല്ലെ. ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കസ്റ്റോഡിയൻ ആയിട്ട് ഇരിക്കുന്നത് ആര് തന്നെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ് തന്നെയാണ്. മിനിറ്റ്സ് ബുക്കിന് ഇനി സെപ്പറേറ്റ് എടുത്ത് പറയുന്നുണ്ട്. മിനിറ്റ്സ് ബുക്കിന്റെ കസ്റ്റോഡിയൻ ആരായിരിക്കണം? ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കണം. മിനിറ്റ്സ് ബുക്കിന്റെ കസ്റ്റോഡിയൻ ചീഫ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യണം? അത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ സൂക്ഷിക്കുന്ന മിനിറ്റ്സ് ബുക്ക് പ്രസിഡന്റോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആര് ചോദിച്ചാലും അത് എന്ത് ചെയ്യണം? അത് അവൈലബിൾ ആക്കി കൊടുക്കുകയും വേണം. അത് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കി കൊടുക്കണം. സെക്രട്ടറി സൂക്ഷിച്ചിട്ട് ഞാനിത് ആർക്കും തരില്ല എന്ന് പറഞ്ഞ് വെച്ചിരിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മുടെ പ്രസിഡന്റ് പറയാണ് ആ മിനിറ്റ്സ് ബുക്ക് ഇങ്ങ് എടുക്കുക, എനിക്ക് അതൊന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ, അതെനിക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് അത് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്, അത് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഇറ്റ് മേ ബി അവൈലബിൾ ഫോർ ദി ഇൻസ്പെക്ഷൻ ബൈ ദി പ്രസിഡന്റ് ആൻഡ് അതർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറ്റ് റീസണബിൾ ടൈംസ്. റീസണബിൾ ടൈമിൽ പ്രസിഡന്റോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആര് വന്ന് ചോദിച്ചാലും ആ ബുക്ക് ഇൻസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആര് വന്ന് ചോദിച്ചാലും സെക്രട്ടറി അത് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. ഇനി റൂൾ 29A സബ് റൂൾ 3 എന്താണ് പറയുന്നത്? ബ്ലാങ്ക് സ്പേസ് ഇൻ ദി മിനിറ്റ്സ് ബുക്ക് ഷാൾ ബി സ്കോർഡ് ഔട്ട് ആൻഡ് ഓൾ കറക്ഷൻസ്, ഓവർ റൈറ്റിംഗ്, എറേഴ്സ് എക്സെട്ര ഷുഡ് ബി ക്ലിയർലി നോട്ടഡ് അറ്റ് ദി എൻഡ് ബിഫോർ ദി മിനിറ്റ്സ് ആർ സൈൻഡ് ബൈ ദി പ്രസിഡന്റ് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദി ബോർഡ്. എന്താണ് പറയുന്നത്? ഇനി നമ്മൾ ഈ മിനിറ്റ്സ് ബുക്ക് എഴുതുന്ന സമയത്ത് മിനിറ്റ്സ് ബുക്ക് എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ബ്ലാങ്ക് ആയിട്ട് വന്നു. ഓക്കെ, അതായത് ഫുൾ ആയിട്ട് ആ പേജിൽ നിന്നില്ല, കുറച്ച് സ്പേസ് ബ്ലാങ്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് വന്നിട്ടുണ്ട്, അതെന്താണ്? തിരുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും മീറ്റിംഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിനിറ്റ്സ് ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്? അതിൽ ചില കറക്ഷൻസ് വന്നു. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? എന്തെങ്കിലും തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ അതിനെ വെട്ടിയിട്ട് എന്ത് ചെയ്യും? ഓവർ റൈറ്റ് ചെയ്യും അല്ലേ? തിരുത്തി എഴുതിയിട്ടുണ്ടെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. എന്തിനു മുമ്പ് മിനിറ്റ്സിൽ പ്രസിഡന്റും മറ്റ് കമ്മിറ്റി മെമ്പേഴ്സും സൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വക കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം, കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കണം. ഇത്രയും ബ്ലാങ്ക് സ്പേസ് ഇത്രയും ഉണ്ട്, ബ്ലാങ്ക് സ്പേസ് ഒക്കെ കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യണം. കാരണം എന്താണ്, ബ്ലാങ്ക് സ്പേസ് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ചീഫ് എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ ഇത് ഇരിക്കുകയാണ്. കസ്റ്റോഡിയൻ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് പിന്നെ ചീഫ് എക്സിക്യൂട്ടീവിന് ഇഷ്ടമുള്ള രീതിയിൽ മിനിറ്റ്സ് ബുക്കിന്റെ ബ്ലാങ്ക് സ്പേസിൽ ഓരോ കാര്യങ്ങൾ പിന്നീട് എഴുതി ചേർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ബ്ലാങ്ക് സ്പേസ് എത്രയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സോ ഓവർ റൈറ്റിംഗോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കണം. എന്തിനു മുമ്പ്, പ്രസിഡന്റ് മറ്റ് കമ്മിറ്റി മെമ്പേഴ്സും ഈ മിനിറ്റ്സ് ബുക്കിൽ സൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെയാണ് എറേഴ്സ്, എത്രയൊക്കെ ഓവർ റൈറ്റിംഗ് അവിടെ ചെയ്തിട്ടുണ്ട്, എത്രയാണ് ബ്ലാങ്ക് സ്പേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തിനാണ്, പിന്നീട് അതിൽ മാൽ പ്രാക്ടീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്താണ്, എത്ര കറക്ഷൻസ് ഉണ്ട്, എത്ര എറേഴ്സ് ഉണ്ട്, എന്തൊക്കെയായിരുന്നു എറേഴ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതെവിടെയാണ് പറയുന്നത്, റൂൾ 29A സബ് റൂൾ 3 പറയുന്നത്. അടുത്ത റൂൾ 29A സബ് റൂൾ 4 എന്താണ് പറയുന്നത്, മിനിറ്റ്സ് ബുക്ക് ഓഫ് ദി സൊസൈറ്റി ഷുഡ് ബി സൈൻഡ് ബൈ ദി പ്രസിഡന്റ് ആൻഡ് ഓൾ അതർ ബോർഡ് മെമ്പേഴ്സ് ഹു വെയർ പ്രസന്റ് അറ്റ് ദി മീറ്റിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, ഇനി നമ്മൾ പറഞ്ഞു കസ്റ്റോഡിയൻ ആരെന്ന് പറഞ്ഞു, ആരാണ് ഇതിൽ റെക്കോർഡ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു. ഇനി ഇതിൽ ആരാണ് സൈൻ ചെയ്യേണ്ടതെന്നാണ് എവിടെ പറയുന്നത്, റൂൾ 29A സബ് റൂൾ 4 പറയുന്നത്. ആരാണ് സൈൻ ചെയ്യേണ്ടത് മിനിറ്റ്സ് ബുക്കിൽ, ആരാണ്, പ്രസിഡന്റും സൈൻ ചെയ്യണം. അതുപോലെ തന്നെ പ്രസിഡന്റ് മാത്രം സൈൻ ചെയ്താൽ പോരാ, പ്രസിഡന്റും അതുപോലെ ബോർഡിലെ എല്ലാ മെമ്പേഴ്സും ആ മീറ്റിംഗിൽ പ്രസന്റ് ആയിട്ടുള്ള, ആ കമ്മിറ്റി മീറ്റിംഗിൽ പ്രസന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ പറയുന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ പ്രസിഡന്റും എന്ത് ചെയ്തിരിക്കണം, ഈ മിനിറ്റ്സ് ബുക്കിൽ സൈൻ ചെയ്തിരിക്കണം. ആൻഡാണ്, കണ്ടോ, ഇവരിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ പോരാ, പ്രസിഡന്റും ചെയ്യണം. എന്ത് ചെയ്യണം, ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എന്ത് ചെയ്തിരിക്കണം, മിനിറ്റ്സ് ബുക്കിൽ സൈൻ ചെയ്തിരിക്കണം. അപ്പൊ കസ്റ്റോഡിയൻ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ് ഇത് എഴുതേണ്ടത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, ആരാണ്, പ്രസിഡന്റോ ആ പർപ്പസിന് വേണ്ടി ഓതറൈസ് ചെയ്യുന്ന വ്യക്തിയോ. ആരാണ് സൈൻ ചെയ്യേണ്ടത്, പ്രസിഡന്റും ആ മീറ്റിംഗിൽ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും. ഇപ്പോൾ എന്താണ്, ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ആ മീറ്റിംഗിൽ പ്രസന്റ് ആയില്ല, അയാൾക്ക് സൈൻ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ആ മീറ്റിംഗിൽ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും പ്രസിഡന്റും എന്ത് ചെയ്തിരിക്കണം, മിനിറ്റ്സ് ബുക്കിൽ സൈൻ ചെയ്യണം. സൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു നമ്മൾ റൂൾ 29A3 പഠിച്ചു. എന്താണ്, സൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്രയാണ് അതിന്റെ ബ്ലാങ്ക് സ്പേസ്, അത് കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യണം. അതുപോലെ എന്താണ്, എറേഴ്സ്, അതുപോലെ ഓവർ റൈറ്റിംഗ്, മിസ്റ്റേക്സ്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുകയും കൂടി വേണം. ഇനി റൂൾ 29A5 എന്താണ് പറയുന്നത്, ദി മിനിറ്റ്സ് ബുക്ക് ഓഫ് ദി ബോർഡ് മീറ്റിംഗ് ആൻഡ് സബ് കമ്മിറ്റി മീറ്റിംഗ് ആൻഡ് ജനറൽ ബോഡി മീറ്റിംഗ് ഷാൽ ബി മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ ഓഡിറ്റ് ആസ് പെർ വെൻ റിക്വയർഡ് ബൈ ദി ഓതറൈസ്ഡ് ഓഫീസേഴ്സ്. ഇനി എന്താണ്, നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗിലും സബ് കമ്മിറ്റി മീറ്റിംഗിലും കമ്മിറ്റി മീറ്റിംഗിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന മിനിറ്റ്സ് ബുക്ക്, അതായത് ഈ മിനിറ്റ്സ് ബുക്ക് എന്ത് അവൈലബിൾ ആക്കി കൊടുക്കണം, ഓഡിറ്റിനും ഇൻസ്പെക്ഷനും വേണ്ടിയിട്ടും അവൈലബിൾ ആക്കി കൊടുക്കണം. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓഫീസർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റ് ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യണം, ഈ മിനിറ്റ്സ് ബുക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം. അതായത് എന്താണ്, ഈ മിനിറ്റ്സ് ബുക്ക് എപ്പോൾ ഒരു ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടി ഒരു ഓഫീസർ അല്ലെങ്കിൽ ഓഡിറ്റർ വന്ന് ചോദിച്ചാലും ഈ മിനിറ്റ്സ് ബുക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവൈലബിൾ ആക്കി കൊടുക്കണം. അതുപോലെ ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്തും ഈ മിനിറ്റ്സ് ബുക്ക് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത് റൂൾ 29A സബ് റൂൾ 5 പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള റൂളാണ്. അപ്പൊ നമ്മൾ റൂൾ 29A എന്തൊക്കെയാണ് പഠിച്ചത്, റൂൾ 29A വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇതിൽ എന്താണ് പറയുന്നത്, ജനറൽ ബോഡി മീറ്റിംഗിലെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗിലെയും സബ് കമ്മിറ്റി മീറ്റിംഗിലുമുള്ള എങ്ങനെയായിരിക്കും മിനിറ്റ്സ് ബുക്ക് എഴുതി തയ്യാറാക്കേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് റൂൾ 29A പറയുന്നത്. അടുത്ത് നോക്കി റൂൾ 13. എന്താണ് റൂൾ 13? പവർ ടു രജിസ്ട്രാർ ടു ഡയറക്ട് റൈറ്റ് ദി ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ്. എന്താണ് റൂൾ 13 പറയുന്നത്, നമ്മൾ പഠിച്ചു അല്ലേ. റൂൾ 29 പ്രകാരം എന്താണ്, സൊസൈറ്റി ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ രജിസ്ട്രാർ പറയുന്ന രീതിയിലുള്ള ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രജിസ്ട്രാറിന് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യാം, നിങ്ങൾ ആ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എഴുതണമെന്ന് രജിസ്ട്രാറിന് പറയാം. ഇനി ഇൻ കേസ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിലോ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയെ ഓതറൈസ് ചെയ്യുകയും ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് റൂൾ 13
12 പറയുന്നത്. നോക്കിയേ, റൂൾ 13 സബ് റൂൾ 1 എന്താ പറയുന്നത്? ദി രജിസ്ട്രാർ ഷാൾ ഡയറക്ട് എനി സൊസൈറ്റി ടു റൈറ്റ് അപ്പ് എനി ഓർ ഓൾ ദി ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അണ്ടർ റൂൾ 29. റൂൾ 29 പ്രകാരം സൊസൈറ്റി ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എഴുതണം എന്ന് പറയാനുള്ള, ഡയറക്റ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? രജിസ്ട്രാറിനുണ്ട്. ഇനി നോക്കിയേ, രജിസ്ട്രാർ ഡയറക്റ്റ് ചെയ്തിട്ടും സൊസൈറ്റി അത് ചെയ്യുന്നില്ല, ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എഴുതുന്നില്ല അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് ദി സൊസൈറ്റി ഫെയിൽസ് ടു റൈറ്റ് അപ്പ് ദി ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അണ്ടർ റൂൾ 29, ദി രജിസ്ട്രാർ ഹാസ് ടു പവർ ടു ഡയറക്ട് ഓൺ ഡെപ്യൂട്ട് ആൻ ഓഫീസർ ടു റൈറ്റ് അപ്പ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. എന്താണ് പറയുന്നത്? അത് ഡയറക്റ്റ് ചെയ്തിട്ടും സൊസൈറ്റി അത് എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? രജിസ്ട്രാറിന് ഒരാളെ ഓതറൈസ് ചെയ്യാം, ഒരു ഓഫീസറിനെ ഓതറൈസ് ചെയ്യാം. ഇഫ് ദി സൊസൈറ്റി ഫെയിൽസ് ടു റൈറ്റ് അപ്പ് ദി ബുക്ക് ഓഫ് അക്കൗണ്ട്സ്, റൂൾ 29 പ്രകാരം ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാറിന് അത് എഴുതണമെന്ന് പറയുകയോ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും അത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന് വേണ്ടിയിട്ട് ഒരു ഓഫീസറിനെ അത് ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഡെപ്യൂട്ട് ചെയ്യാം. ഒരു ഓഫീസറിനെ ഇത് ഏൽപ്പിക്കാം. ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ഓഫീസറിനെ ഏൽപ്പിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്, റൂൾ 13(1) പറയുന്നത്. അടുത്ത് നോക്കിയേ, രജിസ്ട്രാർ ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് സച്ച് വർക്ക് പേയബിൾ ടു ഗവൺമെന്റ് ഓർ ദി പേഴ്സൺ ഓതറൈസ്, ദി കോസ്റ്റ് ഷുഡ് ബി റിക്കവേർഡ് ഫ്രം ദി സൊസൈറ്റി. ഇനി മറ്റൊരാളുടെ എഴുതണമെന്ന് ഡെപ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് രജിസ്ട്രാർ ഒരാളെ ഓതറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ എല്ലാ കോസ്റ്റുകളും, അത് ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചെലവുകളും ആര് തന്നെ വഹിക്കേണ്ടതായിട്ടുണ്ട്? സൊസൈറ്റി തന്നെ വഹിക്കേണ്ടതായിട്ടുണ്ട്. ഇത് സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഈടാക്കും. ആ വ്യക്തി ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ ചെലവുകളും ആര് വഹിക്കേണ്ടതായിട്ടുണ്ട്? സൊസൈറ്റി വഹിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ കോസ്റ്റ് ആരിലേക്കായിരിക്കും അടയ്ക്കേണ്ടത്? ഗവൺമെന്റിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ ആയിരിക്കും അടയ്ക്കേണ്ടതായിട്ട് ഉള്ളത്. ഇനി നോക്കിയേ, ഇനി ഈ കോസ്റ്റ് സൊസൈറ്റി അടയ്ക്കുന്നില്ല, കോസ്റ്റ് സൊസൈറ്റിയിൽ നിന്ന് ഈടാക്കണം എന്ന് പറഞ്ഞു അല്ലെ. ഈ കോസ്റ്റ് സൊസൈറ്റി അടയ്ക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇഫ് ദി സൊസൈറ്റി ഫെയിൽസ് ടു പേ സച്ച് എമൗണ്ട്, ദി രജിസ്ട്രാർ റിക്കവർ ദി എമൗണ്ട് ഫ്രം ദി അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദി ഫിനാൻസിംഗ് ബാങ്ക്. ഇനി ഈ സൊസൈറ്റി എമൗണ്ട് അടയ്ക്കുന്നില്ല, നമ്മൾ പറഞ്ഞല്ലേ സൊസൈറ്റി ആണ് ഈ കോസ്റ്റ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. ഒരാൾ വന്ന് എഴുതുന്ന ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോസ്റ്റും സൊസൈറ്റി അടയ്ക്കണമെന്ന് പറഞ്ഞു. ഈ കോസ്റ്റ് സൊസൈറ്റി അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ഇവിടെ പറയുന്നത്, റൂൾ 13 സബ് റൂൾ 2 പറയുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? ഇഫ് ദി സൊസൈറ്റി ഫെയിൽസ് ടു പേ സച്ച് എമൗണ്ട്, ദി രജിസ്ട്രാർ റിക്കവർ ദി എമൗണ്ട് ഫ്രം ദി അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദി ഫിനാൻസിംഗ് ബാങ്ക് ആൻഡ് or recover the amount from the society as per Kerala Revenue Recovery Act 1968. എന്താണ് പറയുന്നത്? ഇനി എമൗണ്ട് അല്ലെങ്കിൽ ഈ കോസ്റ്റ് സൊസൈറ്റി അടച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഫിനാൻസിംഗ് ബാങ്കിലെ ആ സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും, ഫിനാൻസിംഗ് ബാങ്കിൽ ആ സൊസൈറ്റിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ, ആ അക്കൗണ്ടിൽ നിന്നും ഈ തുക ഈടാക്കും. ഫിനാൻസിംഗ് ബാങ്കിൽ സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ അക്കൗണ്ടിൽ നിന്നും എന്ത് ചെയ്യും? ഈ തുക ഈടാക്കും. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം, കേരള റവന്യൂ റിക്കവറി ആക്ട് 1968 പ്രകാരം എന്ത് ചെയ്യും? ഈ തുക ഈടാക്കും. അപ്പൊ എങ്ങനെയൊക്കെ ഈ തുക ഈടാക്കാം? കോസ്റ്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഫിനാൻസിംഗ് ബാങ്കിൽ ഈ സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്, സൊസൈറ്റിയുടെ ഒരു അക്കൗണ്ട് ഫിനാൻസിംഗ് ബാങ്കിൽ ഉണ്ടായിരിക്കും, ആ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഈ തുക ഈടാക്കും. അല്ല എന്നുണ്ടെങ്കിൽ കേരള റവന്യൂ റിക്കവറി ആക്ട് 1968 പ്രകാരം ഈ തുക ഈടാക്കി എടുക്കും. ഏത് തുകയാണ് ഈടാക്കുന്നത്? നമ്മുടെ റൂൾ 30 പ്രകാരം സൊസൈറ്റി ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണെ ഓതറൈസ് ചെയ്യും അല്ലെങ്കിൽ ഒരു ഓഫീസറെ ഓതറൈസ് ചെയ്യും. ഈ വ്യക്തി ഈ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുകയാണ് ആരടയ്ക്കേണ്ടത്? സൊസൈറ്റി അടയ്ക്കേണ്ടത്. സൊസൈറ്റി അത് അടയ്ക്കാതെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഫിനാൻസിംഗ് ബാങ്കിൽ സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ കേരള റവന്യൂ റിക്കവറി ആക്ട് പ്രകാരമോ എന്ത് ചെയ്യുന്നത്? തുക ഈടാക്കുന്നത് എന്നും മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നോക്കിയേ, ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട പോർഷൻ ആണ്. എന്താണ്? റൂൾ 29 മുതൽ റൂൾ 30 വരെയുള്ള പോർഷൻസ് ആണ് പഠിച്ചത്. റൂൾ 29A ഉണ്ട്, പുതുതായിട്ട് അമെന്റ്മെന്റ് വന്നിട്ട് റൂൾ 29A ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു സൊസൈറ്റിയുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിൽ വളരെ വലിയ അമെന്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അമെന്റ്മെന്റ് വരുന്നത്? എന്താണ്? നമ്മുടെ മാൽ പ്രാക്ടീസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? നമ്മുടെ സൊസൈറ്റികളെല്ലാം നിരന്തരം ക്രമക്കേടുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോപ്പർ വേയിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും?
പകുതി മാൽ പ്രാക്ടീസ് ഒഴിവായി കിട്ടും. അപ്പോൾ അതിനൊക്കെ ഒരു ആക്യുറസി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റൂൾ 29ഉം റൂൾ 29A ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. റൂൾ 29ൽ അമെൻമെന്റ്സും ഈ റൂൾ 29A ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ മേഖലയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് അമെൻമെന്റ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും വ്യക്തമായി ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ.